ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്താ പഠിച്ചു നോക്കിയത്? സൈലത്തിന്റെ കമ്പോണൻസിനെ കുറിച്ചായിരുന്നു അല്ലെ. ഏത് കമ്പോണന്റിനെ കുറിച്ചാണ് പഠിച്ചത്? സൈലം ബെസൽ അല്ലെ. സൈലം ബെസൽ മെമ്പറിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് അത് എന്ന് ഓർത്ത് നോക്കൂ. സൈലം 4 കമ്പോണൻസ് ഏതൊക്കെയാണ്? സൈലം ബെസൽ മെമ്പർ, സൈലം ട്രക്കേഡർ, സൈലം പാരങ്കീമ, സൈലം ഫൈബർ. 4 എണ്ണമല്ലോ. ഇതിനെ കുറിച്ച് പഠിച്ചു. സൈലം ബെസൽ എന്തായിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞു നമ്മള്? അതൊരു ട്യൂബിലേക്ക് സെല്ലാണ് അല്ലെ. ബോത്ത് എൻഡ്സ് ആർ ഓപ്പൺ. രണ്ടറ്റം തുറന്നിരിക്കുന്ന തിക്ക് വാൾഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. തിക്ക് വാൾഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കട്ടിയുള്ള വസ്തു ഏതാണ്? ലിക്വിഫൈഡ് ആണ്. സോ ഹാർട്ട്. ഇത്രയും കട്ടിയുണ്ട്. അകം പൊള്ളയാണ്. ഈ പൊള്ളയ ഭാഗം എന്ന് വിളിച്ചത് ലൂമൻ. പക്ഷെ ഇത് വലിയ പൊള്ളയായതുകൊണ്ട് ലാർജ് ലൂമൻ എന്ന് വിളിക്കും അല്ലേ. സെല്ല് ഡെഡ് ആണെന്ന് നേരത്തെ പഠിച്ചല്ലോ. സെല്ല് ഡെഡ് ആണ്. പിന്നെ ഇതിന്റെ ഭിത്തിയിലൊക്കെ ചെറിയ ദ്വാരങ്ങൾ കൂടിയുണ്ട്. നമ്മൾ പിറ്റ് അഥവാ പെർഫറേഷൻസ് പറയും. ഇതിങ്ങനെ ചരിച്ചിട്ട് പ്രത്യേകിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ ദ്വാരം. ഈ ദ്വാരം എന്ന് പറയുന്നത് അതിന്റെ അപ്പുറത്തെ ഭിത്തിയാണ്. ഇത് മനസ്സിലാവും. ഇതിങ്ങനെയാണ് അതിന്റെ സൈസ് എങ്കിൽ പുസ്തകത്തിലെ പടം അങ്ങനെയാണെന്ന് പറഞ്ഞു. ആ പടമാണ് വരച്ച് പഠിക്കേണ്ടത്. ഇങ്ങനെ പടമാണ് പുസ്തകം കൊടുത്തിരിക്കുന്നത്. പടമൊക്കെ തിരിച്ചറിയാൻ പരീക്ഷിക്കും മതി. ഓക്കെ, ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്കേർട്ട് സൈലം വെസൽ മെമ്പർ ഇങ്ങനെ ഒന്ന് കൂടുതൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വെസൽ ആകും. വെസൽ മെമ്പർ ചേർന്ന് കഴിയുമ്പോൾ വെസൽ വലിയൊരു കുഴലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. 50 മീറ്റർ ദൂരെ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ 5 മീറ്ററുള്ള 5 പൈപ്പിൽ കണക്ട് ചെയ്ത് വെച്ചു. 10 പൈപ്പിൽ കണക്ട് ചെയ്ത പോലെ നീട്ടിയിട്ടുണ്ടാവും. ഇത് എന്തിനെ സഹായിക്കുന്നു? ഇത് തിക്ക് വാൾഡ് ആണ്. എവിടെ തിക്ക് വാൾഡ് എന്നിട്ടാണ് ഓർത്തിരിക്കേണ്ടത്? അതിന്റെ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും? മെക്കാനിക്കൽ സപ്പോർട്ടാണ്. പ്രത്യേകിച്ചും ഡിഗ്ഗിനുള്ളത് ഹാർഡസ്റ്റ് മെറ്റീരിയലുണ്ട്. അതുകൊണ്ട് മെക്കാനിക്കൽ സപ്പോർട്ട് നിർബന്ധമായി കൊടുക്കും. പിന്നെ അകം പൊള്ളയായതുകൊണ്ട് ഇങ്ങനെ വലിയൊരു കുഴലായതുകൊണ്ട് ഫോർ അപ്വേർഡ് കണ്ടക്ഷൻ അല്ലെ. പിന്നെ ഇതിന്റെ ഈ ദ്വാരങ്ങൾ ഞാൻ പറഞ്ഞു. വശത്തേക്ക് ഇങ്ങനെ അതിലൂടെ വെള്ളം കൊണ്ടുപോകുമ്പോൾ ഇങ്ങോട്ട് വെള്ളം ആവും അല്ലെ. ഈ വെള്ളത്തിനാണ് ഇവിടെയുള്ള സെല്ലുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ ലാറ്ററൽ കണ്ടക്ഷൻ. വശത്തേക്ക് കൂടെ പോകണമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. കമ്പൗണ്ടിംഗ് സ്റ്റാർട്ട് സൈലം വെസൽ മെമ്പർ. Many xylem vessel members are arranged connected to form a long tube called xylem vessel. This is helping for upward conduction of water and minerals. The pits or perforations are for lateral conduction. ഞാൻ പഠിച്ചാണ് ഞാൻ വീണ്ടും പറയാം. ഇനി അടുത്ത കമ്പൗണ്ടിലേക്ക് പോകാം. സൈലം ട്രക്കീഡ്. ഈ സൈലം വെസലിന് പേരുണ്ട്. സാക്ഷരത ട്രക്കിയ കേട്ടോ. സൈലം വെസൽ നമ്മൾ പഠിച്ചോണോ? ഈ സാക്ഷരത ട്രക്കിയ. ട്രക്കിയ എന്ന് പറയുന്നത് ശ്വാസനാളത്തിന്റെ പ്രധാന കുഴലല്ലേ. അതേ പേര് കൊടുത്തില്ല. സൈലം ട്രക്കിയ. സൈലം വെസൽ ഈ സാക്ഷരത ട്രക്കിയ എന്ന് വിളിക്കാറുണ്ട്. ഇത് സൈലം ട്രക്കീഡ്സ് ആണ്. നോക്ക് എന്താണ് മറ്റേതുപോലെ സൈലം ട്രക്കീഡ്. എന്താണ് ദിസ് ആൾസോ തിക്ക് വാൾഡ് ബട്ട് ദ ഷേപ്പ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻ ട്യൂബ് ബട്ട് ഇറ്റ് ഈസ് എ സ്പിൻഡിൽ ഷേപ്പ്. സ്പിൻഡിൽ ഷേപ്പായി ഇങ്ങനെ രണ്ടറ്റം ഇങ്ങനെ കോർത്ത് അടുഭാഗം വീർത്തിരിക്കുന്ന തിക്ക് വാൾഡ് സെൽസ് ആണ്. ഭയങ്കര കട്ടിയാണ്. ഇത് പുറമേ നോക്കുന്ന ചിത്രം ഫുള്ളായിട്ടിരിക്കുന്നത് പടവലങ്ങ പോലെ ഇരിക്കുന്നത് അല്ലേ. യെസ്, അതുപോലെ ചിന്തിച്ചാൽ പടവലങ്ങ പോലത്തെ ഷേപ്പോടെ സെല്ലാണ്. ഇതിന് നമ്മള് പടവലങ്ങ എന്നുള്ള വിളിക്കുന്നത്. ഷേപ്പ് സ്പിൻഡിൽ. രണ്ടറ്റവും കൂർത്ത് നടുഭാഗം കൂർത്തിരിക്കുന്ന സാധനമാണ് സ്പിൻഡിൽ ഷേപ്പ് എന്ന് പറയുന്നത്. എന്താണ് ആക്ച്വലി സ്പിൻഡിൽ എന്ന് പറയുന്നത് അറിയാം? സ്പിൻഡിൽ എന്ന് പറയുന്നത് മലയാളം ഓടം എന്നാണ്. ഓടം അതെന്താണ്? നിങ്ങൾ ഈ കൈകൊണ്ട് നൂല് നോക്കുന്ന കൈകൊണ്ട് നൂല് ചേർത്ത് തുണി ഉണ്ടാക്കുന്ന തറികൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ അടിച്ച് കെട്ടുന്നത്. ഇങ്ങനെ അടിച്ചടിച്ച് ഇടുമ്പോൾ ഒരു സാധനം അങ്ങോട്ട് ഓടിക്കും, ഒരു സാധനം ഇങ്ങോട്ട് ഓടിക്കും. അതാണ് ഈ തുണിയുടെ കൂടും പാവും പഠിച്ചിട്ടില്ലേ? അത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾ ഈ ബാലരാമത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് കൈ കൊണ്ട് തയ്ക്കുന്നതാണ്. എന്താ ശരി, ഈ നൂല് ഇങ്ങനെ വിട്ടിട്ട് അതിനിടയിൽ അങ്ങോട്ട് ഇങ്ങനെ ഓടുന്ന സാധനമുണ്ട്. അതിനകത്താണ് ഈ ഉരുണ്ട നൂല് ചുറ്റി വെച്ചിരിക്കും. അത് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് ഈ ഊടും ഭാവം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വസ്തു ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ അറ്റവും ഈ അറ്റവും കൂർത്തിരിക്കണം. റോക്കറ്റിന്റെ തലപ്പോകം കൂർത്തിരിക്കുന്നതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നു അല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സാധനമാണ് ഇങ്ങനെ രണ്ടറ്റവും കൂർത്തിരിക്കേണ്ടിയിരിക്കുന്നത്. അതിനാണ് ഓടം അഥവാ സ്പിൻഡിൽ. ഇതുപോലെ ഇരിക്കുന്നവർക്ക് പറഞ്ഞതേ ഉള്ളൂ. സഹകരിച്ചാൽ മതി, നിന്ന് വേറെ കേൾക്കത്തില്ല. അതെന്താ പറഞ്ഞത്? അപ്പോ സ്പിൻഡിൽ ഷേപ്പായിരിക്കും. അപ്പോ വാട്ടർ സൈലം ട്രക്കീഡ്സ്. അപ്പോ ഒന്ന് സ്പിൻഡിൽ ഷേപ്പ്. അപ്പൊ അടുത്ത എന്താണ് സ്പിൻഡിൽ ഷേപ്പ്? ബോത്ത് എൻഡ് ആർ ടേപ്പറിംഗ്. രണ്ടറ്റവും കൂർത്തിരിക്കുന്നു.
മധ്യഭാഗം വീർത്തിരിക്കുന്നു. ഇതിനാണ് വിളിക്കുന്നത് സ്പിൻഡിൽ ഷേപ്പ്. ഇനി അടുത്ത തിക്ക് വാളാണ്. തിക്ക് വാൾ. അടുത്ത ഡെഡ് ആണ്. തിക്ക് വാളാണ്, ഡെഡ് ആണ്. അടുത്തത് ഇതിനകം എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ മാത്രമല്ല ഭിത്തിയിൽ എന്തുണ്ട്? ഫിറ്റ്സ് ഉണ്ട്, ഫിറ്റ്സ്, ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ നമുക്കത് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ ഇതിലപ്പുറത്തും കാണും, ഒരുപാട് കാര്യം കാണും. ഈ അടുത്ത ചിത്രം സത്യത്തിൽ കീറിയ പടമാണ്. ഇത് അടുത്ത പടം കൊടുത്ത് ഇങ്ങനെ കീറിയതാണ്. കീറിയപ്പോ തിക്നെസ് ഉണ്ട്, ഇത്രയും തിക്നെസ് ഉണ്ട്. ഇതാരും കാണും, ഇതാരേതാ? ഇതുപോലെ അപ്പുറത്തെ ഭിത്തികൾ ഇപ്പൊ പകുതി ഇങ്ങനെ കീറി അങ്ങ് മാറ്റി, ബാക്കി ഹാഫാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിലുള്ള ദ്വാരം, ഇത് ബാക്കിലുള്ള ദ്വാരം, ഇത് കട്ടിയുള്ള ഭിത്തി ഉണ്ടോ? തിക്ക് വാൾ. അപ്പൊ ഇത് എന്തെല്ലാം കാര്യം മനസ്സിലായി? എന്തെല്ലാം ആയിരിക്കും ഫംഗ്ഷൻ? ഒന്ന്, ഞാൻ പൊള്ളയാണ്, ഈ പൊള്ള ഭാഗത്ത് ലൂമെന്റ് എന്ന് വിളിക്കും. ഇതിനെ പിറ്റ്സ് എന്ന് വിളിക്കാം. പിറ്റ്സ് അഥവാ പെർഫറേഷൻസ്, ഓപ്പണിങ്സ്. അപ്പൊ ഇതിന്റെ ക്യാരക്ടേഴ്സ് പറയാണ്. സൈലന്റ് ട്രക്കീഡ്. ഒന്ന്, സ്പിൻഡിൽ ഷേപ്പ്. രണ്ടറ്റം പൂർത്തിരിക്കുന്നു, അടുഭാഗം വീർത്തിരിക്കുന്നു അല്ലേ? പൂർത്തിരിക്കുന്നത് ടേപ്പറിംഗ് എൻസ് എന്നാണ്. ടേപ്പറിംഗ്, രണ്ടറ്റം ടേപ്പർ ആയിട്ടിരിക്കും. മിഡിൽ പാർട്ട് ഈസ് തിക്കറ്റ്. അടുത്തത് തിക്ക് വാൾഡ്. തിക്ക് വാൾഡ് ആണ്, പക്ഷെ നല്ല തിക്നെസ് ഉണ്ട്, നല്ല ഹാർഡ്നെസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ലിക്വിഫൈഡ്. ലിക്വിഡ് ഉണ്ട്, സോ ഇറ്റ് ഈസ് ലിക്വിഫൈഡ്. ഹാർഡ്നെസ് ഉണ്ട്. ഡെഡ് ആണ്, കാരണം അടുത്ത സൈറ്റോപ്ലാസം ഒന്നുമില്ല, ഫുൾ. പിറ്റ്സ് ഉണ്ട്. അപ്പൊ കാര്യം മനസ്സിലായി. അപ്പൊ ഇനി അടുത്ത എന്താ? ഇതിന്റെ ഫംഗ്ഷൻ എന്താ? സ്വാഭാവികമായിട്ട് മെക്കാനിക്കൽ സപ്പോർട്ട്. ഫംഗ്ഷൻ മെക്കാനിക്കൽ സപ്പോർട്ട്. മെക്കാനിക്കൽ സപ്പോർട്ട്, ഓക്കെ. കണ്ടക്ഷൻ സഹായിക്കും. കണ്ടക്ഷൻ സഹായിക്കും. കണ്ടക്ഷൻ സഹായിക്കുന്ന നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സൈലന്റ് വെസൽസ് ആർ ആബ്സെന്റ് ജിംനോസ്റ്റോം. ജിംനോസ്റ്റോം ഇല്ലല്ലോ. അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ടും അവിടെ കണ്ടക്ഷൻ നടത്താൻ ആര് തന്നെ ഉണ്ടായിരിക്കണം? ഈ സൈലന്റ് ട്രക്കിൽസ് തന്നെ ഉണ്ടാവണം. നിങ്ങൾ തന്നെ കണ്ടക്ഷൻ നടത്തും. ഈ രണ്ടെണ്ണം തുറന്നിരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇവിടെ വശത്ത് മാത്രമേ ദ്വാരം കണ്ടക്ഷൻ നടത്തും. കണ്ടക്ഷൻ ഇങ്ങനെ നടത്തുന്നത് ഒരെണ്ണമായിരിക്കും. ഇത് ഒരു സൈലന്റ് ട്രക്കിൽ ഭിത്തി ദ്വാരങ്ങളുണ്ടല്ലോ, ഉണ്ടല്ലോ ദ്വാരങ്ങൾ. അടുത്ത സൈലന്റ് ട്രക്കിൽ ഇങ്ങനെ ചേർന്നിരിക്കുമെന്ന് വെച്ചോളൂ. അപ്പൊ അതിന് കാണുമല്ലോ ഭിത്തിയിൽ ദ്വാരങ്ങൾ. ഈ ദ്വാരങ്ങളെല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്നത് കണ്ടോ? അപ്പൊ ജലം ഇതിലേക്ക് കയറി, ഇതിലേക്ക് കയറി, ഇതിലേക്ക് കയറി, ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് എ വാൾ. താഴെ ഇറങ്ങുന്നതിന് ചിലപ്പോൾ ഈ കുഴൽ വന്നിരിക്കണം, മുകളിൽ താഴെ ഇറങ്ങുന്ന ടെൻഡൻസ് കൂടുതൽ. ഇതാണെങ്കിലും വളഞ്ഞു പോകുന്നതുകൊണ്ട് താഴെ ഇറങ്ങുന്ന ടെൻഡൻസ് കുറഞ്ഞിരിക്കും. സോ ശരിക്കും സൈലന്റ് വെസൽസിനെക്കാളും നല്ല കണ്ടക്ട് ഇഷ്യൂ സൈലന്റ് ട്രക്കീഡ്സ് ആണ്. നിങ്ങൾ സൈക്കിളിൽ കാറ്റടിച്ചതിന് ശേഷം പമ്പിങ് വരുമ്പോൾ കാറ്റിന് പുറത്തേക്ക് വരുമോ? എന്തുകൊണ്ടാ? ഒരു വാൽവുണ്ട് അല്ലെ, അങ്ങോട്ട് കാറ്റിനെ കടത്തോട് തിരിച്ചു കടത്തോട്. അതുപോലെ ഇത് അങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞു പോകുന്ന രീതിയിലായതുകൊണ്ട് ജസ്റ്റ് ലൈക്ക് ഇറ്റ് വിൽ ആക്ട് ആസ് എ വാൽവ്. വിട്ടേക്കും. ഇറ്റ്സ് ആൾസോ ഹെൽപ്പിംഗ് ഫോർ കണ്ടക്ഷൻ. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്ന്, പ്രൊവൈഡിംഗ് മെക്കാനിക്കൽ സപ്പോർട്ട്, ഇസ് ആൾസോ ഹെൽപ്പിംഗ് ഫോർ കണ്ടക്ഷൻ. എത്ര പോയിന്റ് പഠിക്കുന്ന സൈലന്റ് ട്രക്കിനെ കുറിച്ച്? They are spindle shaped, thick walled cell. Thickness is with lignin and it has pit. That also it is a dead cell. Thick walled ആണ്. Then ഇത് പടം, പുസ്തകത്തിലെ പടമാണ്. ഈ പടം നിങ്ങൾ വായിക്കണം. ഈ പുസ്തകത്തിലെ പടം. ഈ പടം ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഇത് വീഡിയോ പടം. Then there are so many openings and the function to provide mechanical support, also helping for conduction. Conduction is സഹായിക്കും, mechanical support സഹായിക്കും. This is present both in angiosperm and gymnosperm. Angiosperm ഉണ്ട്, ജിംനോസ്പേം. ഇതേ പോയിന്റ് ആണ് സൈലന്റ് ട്രക്കീഡിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് സൈലം പാരങ്കീമ. സൈലം പാരങ്കീമ. പാരങ്കീമ പഠിച്ചല്ലോ. എന്താണത്? ലിവിങ് തിൻ വാൾഡ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. ഈ പാരങ്കീമ സൈലത്തിന്റെ ഒരു കമ്പോണന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ പേരെന്താവും? സൈലം പാരങ്കീമ. അപ്പൊ പാരങ്കീമ പ്ലാന്റ് എല്ലായിടത്തും ഉണ്ട്. അത് ലിവിംഗ് ആണ്, തിൻ വാൾഡ് ആണ്, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്. അതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്റ്റോറേജ് ഉണ്ട്, അങ്ങനെ അതായത് ചെറിയ ബൈ ലാറ്ററൽ കണ്ടക്ഷൻ, ബൈ ഡിഫ്യൂഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതേ ജോലി തന്നെ സൈലത്തോടൊപ്പം ഇരിക്കുമ്പോഴും അയാൾ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വിടാം? സൈലന്റ് പാരങ്കീമ എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഓരോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാജു എന്ന് പറയുന്ന ആള്
ഇയാളൊരു സാധാരണ ഒരു 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 പയ്യനാണ്. അപ്പൊ ഇയാളെ പിന്നീട് നമ്മൾ ഒരു വലിയൊരു പണക്കാരൻ എടുത്തുകൊണ്ട് പോയി വളർത്തുന്നു. മക്കളില്ലാത്തൊരു പണക്കാരെടുത്ത് വളർത്തുന്നു. രാജു നേരത്തെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ രാജു എന്നൊക്കെ വിളിക്കുകയായിരുന്നു അല്ലേ. പക്ഷേ ഈ വലിയൊരു മുതലാളിയായ ഒരാളെടുത്ത് വളർത്തി കഴിഞ്ഞതിന് ശേഷം അവൻ പിന്നെ നമുക്ക് വരുമ്പോൾ നിങ്ങൾ എന്താ വിളിക്കണം? രാജു എന്നാണ് വിളിക്കുന്നത്? അല്ല, നിങ്ങൾ വിളിക്കുന്നത് രാജു സാറേന്നോ രാജു മുതലാളിയെന്നോ വിളിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? ആള് രാജു തന്നെയാണ്, പക്ഷെ അയാളുടെ സ്ഥാനം ഇപ്പൊ മാറി. അതുപോലെയാണ് ഇത് പാരഗെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അയാൾ ആരുടെ കൂടെ ഇരിക്കുന്നു? സൈലത്തിന്റെ ഒരു കമ്പോണന്റ് ആയിട്ടിരിക്കുകയാണ്. സൈലം എന്ന് പറയുന്ന കൂട്ടത്തിലെ ഒരു അംഗമാണ് അയാൾ. അപ്പൊ പേരിന് മാറും സൈലം പാരഗെയിം. സ്വഭാവം സെയിം തന്നെയാണല്ലോ. എന്താണ്? ഇറ്റ് ഈസ് ലിവിങ്. അടുത്തത് ഇൻവോൾവ്. അടുത്തത് സിമ്പിൾ കമ്പണ്ടീഷൻ പോലെയാണ്, പക്ഷെ ഇപ്പൊ സിമ്പിൾ കമ്പണ്ടീഷൻ വിളിക്കുന്നത് സൈലത്തിന്റെ കമ്പോണന്റ്. അപ്പം കോംപ്രസിഷൻ കമ്പോണന്റ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് വിളിക്കണം? ലിവിങ് ആണ്, ഇൻവോൾവ് ആണ് അല്ലേ. ഇനി ഇതിന്റെ ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് പറയുന്നു ഇറ്റ്സ് ഫംഗ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. ലിവിങ് ആണ്, ഇൻവോൾവ് ആണ്. സ്വാഭാവികമായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ഏത് വർഷങ്ങൾക്കല്ല. ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. കാരണം എന്താണ്? സൈലത്തിലും ഫ്ലോയത്തിലും അല്ല, സൈലത്തിലുള്ള സൈലന്റ് ട്രക്കീഡ്സ് വെസൽ ഇവയൊക്കെ ഡെഡ് ആണ്. പക്ഷേ അതിനകത്തൂടെ എന്ത് നടക്കുന്നുണ്ട്? കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. ഇനി ഈ കമ്പൗണ്ടിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. ഇനി ഒരാൾ കൊണ്ടുള്ള ആരാണ്? സൈലന്റ് ട്രക്കീഡ്. അടുത്ത സൈലം ട്രക്കീഡ്, സൈലം വെസൽ, അത് കഴിഞ്ഞാൽ സൈലം ഫൈബർ അല്ലേ. ഫൈബറൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഡെഡ് സെല്ലാണെങ്കിലും ഈ സംഭവം അതൊക്കെ സപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പാരഗെയിമയുടെ ഒരു ജോലിയാണ്. അതുകൊണ്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്താണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. സോ ഇയാൾ ഏത് രൂപത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്യും അത് പഠിച്ചിരിക്കണം. Xylem parenchyma can store food. In which form? It is store food as starch. Starch ആയിട്ട് സ്റ്റോർ ചെയ്യും. Parenchyma can store food as starch. പിന്നെ starch of food and other materials. അപ്പം സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും ഗ്ലൂക്കോസ് ആയിരിക്കും. ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യും. മറ്റ് ചില വസ്തുക്കൾ, ചെടിക്കകത്തുള്ള ചില വസ്തുക്കൾ, ചെടിക്കകത്ത് വേറെ വസ്തുക്കളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുന്തിരിക്കൽ എന്നൊരു സാധനമുണ്ട് അല്ലേ. അത് എവിടുന്ന് എടുക്കുന്നത്? ഡാമർ എന്ന് പറയുന്ന സാധനം. ഒരു മരത്തിന്റെ കറയാണ്. ആ കറ എവിടുന്ന വരുന്നത്? ഈ സൈലം ഫ്ലോയം പോലെയുള്ള ടിഷ്യൂസിനകത്തായിരിക്കുന്നത്. റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റബ്ബർ പാല് കിട്ടും. എവിടുന്നായിരുന്നു? അത് ഫ്ലോയത്തിൽ നിന്നായിരിക്കുന്നത്. അതുപോലെ പിന്നെ വട്ടയുടെ അഗ്രം ഒഴിച്ച ഒരു തരം പശ പോലെ വരും അല്ലേ. അത് എവിടുന്ന വരുന്നത്? ഇത്തരം ടിഷ്യൂസ് ആയിരിക്കുന്നത്. വെണ്ടയ്ക്കറ്റം കുറിച്ച ഒരു വഴിവഴുത്ത വസ്തു വരും അല്ലേ. ചെമ്പരത്തിയുടെ ഇല കുറിച്ച ഒരു വഴിവഴുപ്പുണ്ട്, മ്യൂസിയം എന്ന് വിളിക്കും. ഇതൊക്കെ എവിടെ ആയിരിക്കുന്നത്? ഇതൊക്കെ ഇത്തരം ടിഷ്യൂസിലൊക്കെ ആയിരിക്കുന്നത്. അപ്പൊ മറ്റു വസ്തുക്കൾ എങ്ങനെ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നത്? ടു സ്റ്റോർ സ്റ്റാർച്ച് ആസ് ഫുഡ്, ഗ്ലൂക്കോസ് ആസ് സ്റ്റാർച്ച് ആൻഡ് അതർ മെറ്റീരിയൽസ് ആസ് ടാനിൻ. ടാനിൻ വസ്തുവാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ അതർ മെറ്റീരിയൽസ് ടാനിൻ. ടാനിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറകളാണ്, ചെടിക്കകത്തുള്ള കറകളാണ്. അപ്പൊ നിങ്ങൾ തന്നെ വാഴയുടെ ഒരു പുള്ളി നിങ്ങളുടെ ഇല വെട്ടി പോയി തുള്ളി ഉടുപ്പിൽ വീണാൽ പോകും. വാഴക്കറന്ന് പറയത്തില്ല. ഇതൊക്കെ തന്നെ ഓരോ ചെടികൾക്കും ഓരോരോ കറകളും അതുപോലെ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടാനിൻ എന്ന് ചോദിക്കും. അതൊക്കെ എവിടെ ആയിരിക്കുന്നത്? സൈലം പാരഗെയിം. അപ്പൊ എന്നെ സംബന്ധിച്ച് ചോദിച്ചേക്കാം, യു ക്യാൻ റിക്കവർ ടാനിൻ ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് എന്ന് ചോദിക്കും. യു ക്യാൻ റിക്കവർ ടാനിൻ ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ്? സൈലം ട്രൈക്കൈഡ്, സൈലം വെസൽ, സൈലം പാരഗെയിമ, സൈലം ഫൈബർ. ഇവിടെ നിൽക്കണം സൈലം പാരഗെയിമ. ഇത്രയും പോയിന്റ് പഠിച്ചാൽ മതി. സൈലം പാരഗെയിമ ഇസ് എ parenchyma cell seen associated with the xylem. Xylem parenchyma seen associated with the xylem. It is living cell and involved. It is main function storage of food. Which form they store food? They store food in the form of starch and other materials in the form of tannin. So what is the tannin? Tannin is a certain material found in certain plants. ഇപ്പൊ തുളസിയുടെ ഇല എടുത്ത് മണത്ത് കഴിഞ്ഞാൽ ഒരു മണം കിട്ടത്തില്ലേ? അത് ഇതുപോലെ ചില കെമിക്കൽസ് സാധനത്തിലാണ്. അതുപോലെ ചില വസ്തുക്കൾ ടാനിൻ, ചില കറകൾ. ഓക്കെ, അടുത്തേതാണ് സൈലം ഫൈബർ. സൈലം ഫൈബർ എന്താണ്? സൈലം ഫൈബർ എന്താണ്? സ്ക്ലീറൻകൈമയിൽ ഇലോങ്ങിയേറ്റഡ് ആയി കാണപ്പെടുന്ന ഡെഡ് സെല്ലുകളാണ് ഫൈബർ. അയാളിപ്പം ആരുടെ കൂട്ടത്തിൽ കയറിയിരിക്കുന്നു? സൈലത്തിന്റെ ഒരു കമ്പോണന്റ് ആണ്. സ്വാഭാവികം നേരത്തെ പറഞ്ഞ കഥ പോലെ സൈലത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ സൈലം ഫൈബറിനെ അല്ല, സൈലത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ സ്ക്ലീറൻകൈമ ഫൈബറിനെ എന്ന് വിളിക്കാം, സൈലം ഫൈബർ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് വിഷയം? ഈ സ്ക്ലീറൻകൈമ ഫൈബർ സീൻ അസോസിയേറ്റഡ് വിത്ത് സൈലം. ഈ സ്ക്ലീറൻകൈമ ഫൈബർ സീൻ അസോസിയേറ്റഡ് വിത്ത് സൈലം. സ്വാഭാവികം നമുക്ക് ക്യാരക്ടേഴ്സ് എല്ലാം അറിയുമ്പോൾ എന്താണ്? ദിസ് ഡെഡ് സ്ക്ലീറൻകൈമ ഡെഡ് ആണല്ലോ.
അടുത്തത് തിക്ക് വാൾ. തിക്ക് വാൾഡാണ്. ലിക്വിഫൈഡ് ആണോ? അതെ, ലിക്വിഫൈഡ് ആണ്. ലിക്വിഫൈഡ് ആണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഷേപ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? അതൊരു സ്പിൻഡിൽ ഷേപ്പ്. നേരത്തെ പഠിച്ചാണ്. അക്യൂഡ്. ഇതിനകത്ത് ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഒരിക്കലും എന്തിനെ സഹായിക്കത്തില്ല? കണ്ടക്ഷനെ സഹായിക്കില്ല. ഇത് ജസ്റ്റ് ഒൺലി ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. ഒൺലി ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. കോൺക്രീറ്റിനകത്ത് കമ്പി ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രം. അതുപോലെ ഇസ് പ്രൊവൈഡിംഗ് ഒൺലി മെക്കാനിക്കൽ സപ്പോർട്ട്. സൈലന്റ് 4 കോമ്പൗണ്ട് ആയാലും ഇതൊക്കെയാണ്. സൈലന്റ് വെസൽ അഥവാ ട്രക്കിയ, സൈലന്റ് ട്രക്കീഡ്, സൈലന്റ് പാരങ്കേമ, സൈലന്റ് ഫൈബർ. ഇതില് ലിവിംഗ് സെൽ ആരാണ്? ഒൺലി പാരങ്കേമ അല്ലേ. ബാക്കി 3 ഡെഡാണ്. ഏതാണ്? ട്യൂബിലേക്ക് സെൽ, സൈലന്റ് വെസൽ. ഏതൊക്കെയാണ്? സ്പിൻഡിൽ ഷേപ്ഡ് സെൽ, സൈലന്റ് ട്രക്കീഡും സൈലന്റ് ഫൈബറും. അതിൽ തന്നെ ആരാണ് കണ്ടക്ഷൻ സഹായിക്കുന്നത്? സൈലന്റ് ട്രക്കീഡാണ്. സൈലന്റ് ഫൈബർ പ്രൊവൈഡ് ഒൺലി മെക്കാനിക്കൽ സപ്പോർട്ട്. പക്ഷേ 4 സെല്ലിൽ 3 തിക്ക് വാൾഡ് ആയതുകൊണ്ട് 3 എന്ത് സഹായിക്കും? മെക്കാനിക്കൽ സപ്പോർട്ട്. മനസ്സിലായല്ലോ? അതാണ്. അപ്പോ എന്തുകൊണ്ടാണ് സൈലം ഒരു കോംപ്ലക്സ് ടിഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ബിക്കോസ് സൈലം കണ്ടെയ്ൻസ് 4 type of cells in which 1 is living and 3 is dead. And 3 are thick walled in which 1 is tube-like and other 2 are spindle-shaped. Altogether we can say that it's a collection of tissue in which some cells are living, some cells are dead, some cells are providing mechanical support only, some are providing mechanical support and conduction. So we can say xylem is a complex tissue. മനസ്സിലായാലോ? ഇനി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നേരത്തെ നമ്മള് സൈലം പാരങ്കേമയെ കുറിച്ച് പറയായിരുന്നു. ഒരു സൈലം ടിഷ്യൂ ഞാൻ മുന്നോട്ട് പോകുന്നത് സൈലമാണ്. മുകളിലോട്ട് ജലം കണ്ടക്ടിരിക്കുക. സൈലം ബസലും സൈലം ട്രക്കീഡും ഒക്കെ ചേർത്ത്. അപ്പോഴേ വശത്തേക്ക് ഇങ്ങനെ വെള്ളം പോകണമെങ്കിൽ അറിയാം. ഒരു ചെടിക്ക് ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ജലം മാത്രം മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ മാത്രം പോരാ. ഇവിടെയൊക്കെ ലിവിംഗ് സെൽസ് ഉണ്ട് അല്ലേ? ഇവിടെയൊക്കെ ലിവിംഗ് സെൽസ് ഉണ്ട്. അതിന്റെ ജലം വേണ്ടേ? അപ്പൊ അത് കൊടുക്കുന്നത് ഈ വശത്തേക്ക് പോകുന്ന ഈ ടിഷ്യൂസ് ആണ്. അതാരാ ചെയ്യുന്നത്? സൈലം പാരങ്കേമ. സോ സൈലം പാരങ്കേമ കണ്ടക്ട് റേഡിയൽ കണ്ടക്ഷൻ. അപ്പോർഡ് കണ്ടക്ഷൻ അല്ല, റേഡിയൽ കണ്ടക്ഷൻ. വശത്തേക്കുള്ള കണ്ടക്ഷൻ. ആ സമയത്ത് അതിന്റെ വലിയ പേര് റേ പാരങ്കേമ എന്നാണ്. റേ പാരങ്കേമ എന്റെ സ്ഥാനം ചോദിച്ചേക്കാം. ഇത്രയും പഠിച്ചാൽ മതി. സൈലം പാരങ്കേമ കണ്ടക്ടിങ് റേഡിയൽ കണ്ടക്ഷൻ ഈസ് കാൾഡ് റേ പാരങ്കേമ. What is ray parenchyma? Let's say parenchyma of xylem that is conducting radially. Radial എന്ന് വെച്ചാൽ വശങ്ങളിലേക്ക്, നോട്ട് അപ്വേർഡ് ടുവേർഡ്സ് സൈഡ്. വശങ്ങളിലേക്ക്. അപ്പോൾ ഇങ്ങനെ ജലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വശത്തേക്ക് കൂടെ ഇങ്ങനെ കൂടെ ജലം പുറത്തേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെമ്മിൽ പുറത്തേക്കല്ല, സ്റ്റെമ്മിൽ അകത്ത് തന്നെ. ഇപ്പോൾ ഇതാണ് സൈഡ്. ജലം മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ജലത്തെ കൊടുക്കുന്ന ആരാണ്? സൈലം പാരങ്കേമ. ദിസ് ഈസ് കാൾഡ് റേ പാരങ്കേമ. ഒരു പോയിന്റ് മനസ്സിലായില്ല. ഇനി മറ്റൊരു പോയിന്റ്, ഈ സൈലം വെസൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈലം ടിഷ്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ സൈസ് ആയിരിക്കില്ല. ചിലപ്പോൾ വലിയ സൈസ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ സൈസ് ആയിരിക്കും. ഒന്ന് നോക്കാൻ എന്താണ് ഇതെല്ലാം മനസ്സിലാക്കാൻ വായിക്കാം. ഇപ്പൊ റേ പാരങ്കേമ പഠിച്ചോണം. വണ്ടാർ റേ പാരങ്കേമ, സൈലം പാരങ്കേമ കണ്ടക്ടിങ് റേഡിയൽ കണ്ടക്ഷൻ ഈസ് കാൾഡ് റേ പാരങ്കേമ. ഇനി ഇതൊരു ചെടിയാണ്. ഇത് കൊച്ചു ചെടിയാണ്. രണ്ടല്ല. ഇപ്പൊ ഈ കൊച്ചു ചെടിക്ക് ജലം ലവണം മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചെറിയ സൈലം മതി അല്ലെ? സൈലം ചെറിയ വളരുള്ളൂ. കാരണം കുറച്ച് ജലം മുകളിലേക്ക് കൊണ്ടുപോകണം അല്ലെ? ഈ ചെടി കുറെ കഴിഞ്ഞ ശേഷം വലുതായി വലിയൊരു പ്ലാന്റായെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുപോകേണ്ട ജലം കുറച്ചാണോ കൂടുതലാണോ? വളരെ കൂടുതലായി. അപ്പോൾ ഉണ്ടാകുന്ന സൈലം കുറച്ച് വലുതായി. ഓക്കെ. അപ്പോൾ when plant is very small, it has to carry less amount of water. In that condition, the xylem vessels will be very small. When the plant becomes large, it need to conduct more water. So it need larger vessels. ഇത് ഏതാണ് ആദ്യം ഉണ്ടായത്? ഈ വെസൽസ് ആണ് ആദ്യം ഉണ്ടായത്. ചെടി ചെറുതല്ല. ഈ വെസൽസ് രണ്ടാമതാണ്, കാരണം ചെടി വലുതായിട്ടുണ്ടായത്. അപ്പോൾ ഈ ആദ്യം ഉണ്ടായ ഈ സൈലത്തെ നമ്മൾ പ്രോട്ടോസൈലം എന്നും പിന്നീടുണ്ടായതിനെ മെറ്റാസൈലം എന്നും വിളിക്കും.
പ്രോട്ടോസൈലം എന്ന് വിളിക്കും, മെറ്റാസൈലം എന്ന് വിളിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വാട്ട് ഈസ് പ്രോട്ടോസൈലം? ഫസ്റ്റ് ഫോംഡ് സ്മാളർ വെസൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം. ശരിയല്ലേ? ഫസ്റ്റ് ഫോംഡ് സ്മാളർ വെസൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം. ലേറ്റർ ഫോംഡ് ബിഗർ വെസൽസ് ആർ കാൾഡ് മെറ്റാസൈലം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി കൂടുതൽ വെള്ളം വേണ്ടി ഇത് വലുതാക്കിയാൽ പോലെ. ഇത് വലുതാവില്ല. കാര്യം എന്താ? ഡെഡ് ആണ്. സൈലന്റ് ടിഷ്യൂസ് ഡെഡ് അല്ലേ, പിന്നെ വലുതാക്കാൻ ഒക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? പുതിയൊന്നും ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്നതായിരിക്കും വലുതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ ചെറിയ വീട്ടിൽ താമസിക്കാനായിട്ട് ചില വീട്ടിൽ 2 കുളിമുറിയും ഒരു ചെറിയ കക്കൂസും ഒക്കെ ഉള്ളു, പൈപ്പ് എടുത്തിട്ടുണ്ട്, കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ വീട്ടിൽ വെള്ളം കൊണ്ട് ചെറിയൊരു വീട് ഉണ്ടോ? അത്രയും മതി. 2 മുറി ഒരു കക്കൂസും ഒക്കെ ഉള്ളു. ഇയാള് പെട്ടെന്ന് ലോട്ടറി അടിച്ചുകൊണ്ട് വലിയൊരു കെട്ടിടം, ഒരു 3 നില വലിയൊരു കെട്ടിടമൊക്കെ വേണം. ലോട്ടറി അടിച്ചു 1.5 കോടി രൂപയുടെ കെട്ടിടവും വേണം. 16 മുറി ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെറിയ പൈപ്പിൽ കൂടെ ഉള്ള വെള്ളം മതിയോ? അപ്പൊ ഇയാൾ ഈ പഴയ വീടോട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വെള്ളം വേണം. അപ്പോഴത്തെ വലിയ പൈപ്പായിരിക്കാണ് വലിയ വെള്ളം കൊണ്ടുവന്നല്ലേ അല്ലേ? നമുക്കിവിടെ ആദ്യം ഉണ്ടായത് ചെറിയ പൈപ്പാണ്, പിന്നീട് വെച്ചത് വലിയ പൈപ്പ് അല്ലേ? ആദ്യം ചെറിയ പൈപ്പിന്റെ ആയിരുന്നു, അത് കൊച്ചു വീടായിരുന്നു. പിന്നീട് വലിയ വീടാകുമ്പോൾ വലിയ പൈപ്പുണ്ട്. അതുപോലെയാണ് ഇത്. ആദ്യം ചെടി ചെറുതായിരുന്നു, അപ്പൊ ചെറിയ വെസൽസ് മതിയായിരുന്നു. പ്രോട്ടോസൈലം. പിന്നീട് ചെടി വലുതായപ്പോൾ കൂടുതൽ വെള്ളം കൊണ്ടുപോകണം. അപ്പൊ ചെറിയ പഴയ വെസൽസ് ആണ് വെച്ചതിന് ശേഷം പുതിയ വലിയ വെസൽസ് വെക്കും. ഇതുണ്ട് പഴയ വെസൽസ് അവിടെ ഇട്ടുണ്ട്, ആണ് വീടോടുണ്ട്. ചെറിയ വെസൽസ് പുതിയ വെസൽസ് വെക്കും. കാരണം ചെറിയ വെസൽസ് വലുതാക്കാനൊക്കെ ഡെഡാണ്. സോ വാട്ടർ പ്രോട്ടോസൈലം, വാട്ടർ മെറ്റാസൈലം. Protoxylem is a first formed small vessels are called protoxylem, and later formed bigger vessels are called metaxylem. Okay. Protoxylem, metaxylem, metaxylem. ഇതുപോലെ എഴുതി പഠിച്ചോ. ഇനി വേറെ കാര്യം പറയാം. ഞാൻ എപ്പോഴും ചെടി ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ സൈലം വെസൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏത്തക്ക ഞാൻ തന്നിട്ട് പറയുന്നത്, ഏത്തക്ക ഇതിന്റെ സ്ലൈസ് ഇങ്ങനെ എടുക്കാൻ പറയും. ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്ലൈസ് എടുക്കും. ഓക്കെ, ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാൻ സ്ലൈസ് ഇങ്ങനെ കുത്തൊക്കെ കാണും. എന്തോ ഇങ്ങനെ കാണും അല്ലേ? ഇതെന്തായിരിക്കും? അതിന്റെ സ്കിൻ. ഇതാണ് നമ്മൾ തിന്നുന്ന ഭാഗം. ഓക്കെ, ഇതൊക്കെ സീഡ്സ്. സീഡ്സ് എന്ന് വിളിക്കാത്തത് കാരണം ഏത്തക്കയ്ക്ക് അതിന്റെ സീഡ്സ്, പിന്നെ സ്റ്റെറൈൻ. ഞാൻ സ്ലൈസ് അല്ല എടുത്തത്. ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ നോക്കുവാണ് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ കാണുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇതെന്റെ സ്കിന്ന്, ഇതെന്റെ തിന്നുന്ന ഭാഗം, ഇങ്ങനെ കാണുന്നത്. ഐഡിയ കിട്ടിയല്ലോ. അതേപോലെ ഇവിടെ സ്ലൈസ് ചെയ്യാൻ എടുക്കാം. സ്ലൈസ്. ഓക്കെ, അതെങ്ങനെ ഇരിക്കുന്നു വരച്ചു. സ്ലൈസ് എടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഇതെന്താന്ന് അറിയണമെങ്കിൽ വളരെ എല്ലാവർക്കും നോക്കാം. നമുക്ക് എല്ലാവർക്കും നോക്കാം. ഇതെല്ലാം ജോലി നോക്കാം. സ്ലൈസ് ഇങ്ങനെ വരയ്ക്കാന്ന് വെച്ചു, ഇങ്ങനെ എടുക്കാന്ന് വെച്ചു, അങ്ങനെ കുറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തായിട്ട് കണ്ടാം ഇങ്ങനെ കാണും. ഇതെന്താണെന്ന് അറിയാം? ഇത് സൈലം ഫ്ലോയം. ഇത് താഴത്ത് സൈലം, മുകളത്ത് ഫ്ലോയം. താഴത്തെ സൈലം, മുകളത്തെ ഫ്ലോയാണ്. ഞാൻ ഇങ്ങനെ മാറ്റി വരികയാണെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ താഴത്ത് ഇങ്ങനെ പോകുന്നുണ്ടോ? താഴോട്ട് പോകും. ഇങ്ങനെ പോകുന്നുണ്ടല്ലേ ഈ മുകളിലേക്ക് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഒരു സിമന്റ് തൂണ് നിങ്ങളുടെ വീട്ടിലുണ്ട്, അതിങ്ങനെ കുറുകെ മുറിച്ചു. സിമന്റിനോട് കുറുകെ മുറിച്ചോ കാണാം. ഇവിടെ ഈ 2 കമ്പിയുടെ അറ്റം കാണും. ഈ കമ്പിയുടെ അറ്റം ഇവിടെ കാണിച്ച് താഴോട്ടുള്ളതല്ലേ അർത്ഥം. അതുകൊണ്ട് ഇവിടെ കണ്ടത് മുറിച്ചപ്പോ. ഇതുപോലെ ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ താഴോട്ട് കാണും. ഓക്കെ, അപ്പൊ ഇത് സൈലാണ്. ഈ സൈലം നോക്കി കഴിഞ്ഞാൽ വലിയ സൈലം, ചെറിയ സൈലം. സൈലം ഇങ്ങനെ കാണാം, ഇങ്ങനെ കാണാം. സൈലം വെസൽസ് ആണ്. ഞാൻ അതൊന്നുകൂടെ മാറ്റി വരും. ഇത് സൈലം ഫ്ലോയും ചേർന്നിരിക്കുന്നു. ഇത് പീനെല്ലാം ഫ്ലോയാണ്. ഇതെല്ലാം സൈലമാണ്. സൈലത്തിനകത്ത് എന്താ വലിയ വെസൽസ് ഇങ്ങനെ കാണാം. ഇതായിരിക്കും ആദ്യം ചെടി ചെറുതായപ്പോൾ ഉണ്ടായ വെസലാണ് അല്ലേ? ചെടി വലുതായപ്പോഴത്തേക്ക് വലിയൊരു വെസൽസ് ഉണ്ടാകും. ഇതാണ് പ്രോട്ടോസൈലം.
മെറ്റാസൈലം. പ്രോട്ടോസൈലും മെറ്റാസൈലും. ചെടി ചെറുതായിരുന്നപ്പോൾ ഉണ്ടായത്, പിന്നെ ചെടി വലുതാകുന്ന ഇത് കുറെ വീണ്ടും വലിയ വെസൽസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഫോംഡ് സ്മാൾ ഈസ് കാൾഡ് പ്രോട്ടോസൈലം ആൻഡ് ലേറ്റർ ഫോംഡ് ബിഗ് ഈസ് കാൾഡ് മെറ്റാസൈലം. മനസ്സിലായില്ലേ? ഇതേതാണ് ഈ ഭാഗം ഏതാണ്? സ്റ്റെം ആണ്. ഇതല്ലേ ഞാൻ റൂട്ടിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്നത്. ഇത് റൂട്ടാണ്. റൂട്ടിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുന്നെങ്കിൽ അതിങ്ങനെയായിരിക്കും കാണുന്നത്. റൂട്ട് അങ്ങോട്ട് വരയ്ക്കുക. റൂട്ടിന്റെ താഴെ എടുക്കുക. താഴെ ഭാഗം ഇത്ര ഭാഗമാണ് അവിടെ കാണുന്നത്. ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ നോക്കിയൊരു വ്യത്യാസം എന്താണ്? ഇവിടെ പ്രോട്ടോസൈലം അകത്തോട്ട് സെന്റർ ഏരിയയിലേക്ക് നോക്കിയിരിക്കും. ശരിയല്ലേ? ഇവിടെ ആണെങ്കിലോ ഇവിടെ പ്രോട്ടോസൈലം പുറത്താക്കി. ഇതാണ് പ്രോട്ടോസൈലം PX, ഇതാണ് MX. മെറ്റാസൈലം അകത്താണ് അല്ലേ? ഇവിടെ ആണെങ്കിൽ മെറ്റാസൈലം പുറത്തും പ്രോട്ടോസൈലം അകത്തും ഉണ്ട്. ഇതല്ലേ ഇങ്ങോട്ടല്ലേ? ഇവിടെ നോക്കി പുറത്തേക്ക്. റൂട്ടിൽ ഇങ്ങനെയാണ്, നേരെ തിരിച്ചാണ്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കി അതിന്റെ അറേഞ്ച്മെന്റ്. When metaxylem is towards outside and protoxylem is towards inside, അല്ലെങ്കിൽ towards the center. ഇതിന്റെ സെന്റർ എന്നാണ് സെന്റർ. സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഈ പ്രോട്ടോസൈലംസ് ആർ ഫേസിംഗ് ടുവേർഡ്സ് ദ സെന്റർ. പ്രോട്ടോസൈലം അകത്തോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. That condition is called endark. Endark xylem. What is endark xylem? When protoxylem is facing towards the center or arranged towards the center, it is called endark condition. പക്ഷെ ഇവിടെ നോക്കി പ്രോട്ടോസൈലം is towards the outer side. Outer side നമ്മുടെ പെരിഫറൽ റീജിയൻ ആണ്. പെരിഫറൽ റീജിയൻ. Periphery. If the protocell is facing towards the periphery, it is called exarch. Exarch xylem. So, endark xylem, exarch xylem. And so, when we take the cross section stem and root, you can see a special type of arrangement of xylem. Where first formed small vessels are called protoxylem, and later formed bigger vessels are called metaxylem. It is both seen both in root and stem. Aditane, in which if the protoxylem is facing towards the center region, it is called endark condition, and if protoxylem is facing towards the peripheral region, it is called the exarch condition. Endark condition is the character of stem, and exarch condition is the character of root. എന്തൊക്കെ പറഞ്ഞു നോക്കൂ. I said something about xylem trachea. അതിനുമ്പൊരു കാര്യം പറഞ്ഞു, സൈലം വെസൽസിനെ ട്രക്കിയ എന്ന് വിളിക്കുന്നത് പറഞ്ഞു നിർത്തണം. പിന്നെ സൈലം ട്രക്കിയെ കുറിച്ച് പറഞ്ഞു. അത് ഡെഡ് ആണ്, തിക്ക് വാൾഡ് ആണ്, ഇലോങ്ങേറ്റ് ആണ്, സ്പിഞ്ച് ഷേപ്പ് ആണ്, ലിഗ്നിഫൈഡ് ആണ്. It has openings. It provides mechanical support also when we conduction. Xylem parenchyma കുറിച്ച് പറഞ്ഞു. Living cell, thin walled, its main function is storage of food. Food is stored in the form of starch and other materials as resins. Tannin. പിന്നെ പറഞ്ഞു that parenchyma conducting radially is called ray parenchyma. അടുത്ത പോയിന്റ് പറഞ്ഞു xylem fibers. They are sclerenchyma fibers in association with the xylem. The shape is spindle shaped. It is elongated, tapering ends with narrow tapering tips. അല്ലെങ്കിൽ tips are narrowing with tapering ends. Thick walled, providing only mechanical support. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫോംഡ് സ്മാൾ വെസൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം and later formed bigger vessels are called metaxylem. If the protoxylem is facing towards the center region, it is called endark condition. It is a character of stem. And the protoxylem facing towards the outer region or the peripheral region is called exarch condition. It is a character of root. റൂട്ട് കുറുകെ കുറിച്ചാൽ സ്റ്റെം കുറുകെ കുറിച്ചാൽ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളത് ഇനി പഠിക്കും. അപ്പൊ നിങ്ങൾ സംശയം ഇവിടെ തീരും. ഓക്കെ, ഇത്ര മതി. ഇനി അടുത്ത ഏതാ? അടുത്ത രണ്ടാമത്തെ കണ്ടക്ട് ഇഷ്യൂ ഏതാണ്? ദാറ്റ് ഈസ് ഫ്ലോയം. So think about it. ഇതൊക്കെ ഇൻസ്റ്റോ മനസ്സിലാക്കാൻ വേണ്ടി വരച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഫ്ലോയത്തിന് ബാസ്റ്റ് എന്നിവിടെ ഒരു പേരുണ്ട്. ഫ്ലോയം ഈസ് ആൾസോ കോൾഡ് ആസ് ബാസ്റ്റ്. ഫ്ലോയത്തിന് 4 കമ്പൗണ്ട് ഓർമ്മയുണ്ട്. എന്തൊക്കെയാണ്? CV2 cell,
കമ്പാനിയൻ സെൽ, പിന്നെ ഫ്ലോയം പാരങ്കീമ, ഫ്ലോയം ഫൈബർ. ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പോഴേ അറിയാം. ഏതൊക്കെയാണ്? ഫ്ലോയം പാരങ്കീമയും ഫ്ലോയം ഫൈബറും. പറയാമോ? ഫ്ലോയം പാരങ്കീമ ഈസ് പാരങ്കീമ സീൻ അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം. ബാക്കി കാര്യം പറയാം. തിൻ വാട്ട് ലിവിങ്. അടുത്ത കാര്യം പറയാം. ഫംഗ്ഷൻ ഈസ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. അല്ലേ? അത്രേ ഉള്ളൂ. അതിനെ കുറിച്ച് അല്പം പറയാണ്ട് മനസ്സിലാക്കാൻ പറയാം. ഇത് ഫൈബറിനെ കുറിച്ച് പറയാം. ഫ്ലോയം ഫൈബർ ഈസ് എ സ്ക്ലീറോഗേമ ഫൈബർ സീൻ അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം. മെക്കാനിക്കൽ സപ്പോർട്ട്. അല്ലെ? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ അതിനുള്ളൂ. മനസ്സിലായത്? അപ്പൊ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് കമാൻഡ് ഫ്ലോയം ഫൈബർ എന്നാണ്. ഫ്ലോയം ഫൈബർ എന്താ? സിമ്പിൾ ആണ്. സ്ക്ലീറോഗേമ ഫൈബർ സീൻ അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം. അല്ലെ? പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, തിക്ക് വാർഡ്, ലിക്വിഫൈഡ് ആണ്, പിറ്റ്സ് ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമേ കൊടുക്കൂ. ഇത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് പഠിക്കണം. അവിടെ പഠിച്ച അതേ കാര്യം, ജസ്റ്റ് പേരുന്ന് മാത്രം. അപ്പൊ പിന്നെ ഇതെന്താണ്? സിവി ട്യൂബ് സെല്ലും കമ്പാനിയൻ സെല്ലും എന്താണെന്ന് നോക്കാം. സിവി ട്യൂബ് സെൽ എന്ന് പറയുന്നത് സിവി ട്യൂബ് എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. സിവി ട്യൂബ് എലമെന്റ് അതായത് അതിങ്ങനെ സെല്ലാണ്, ഇങ്ങനെ സെല്ലാണ്, മറ്റേതുപോലെ. പക്ഷെ തുറന്നത് ഇവിടെ ഈ ഭാഗം അടഞ്ഞിരിക്കും, ഈ ഭാഗത്ത് അടഞ്ഞിരിക്കട്ടെ. രണ്ടോ അടഞ്ഞിരിക്കും, തുറന്നിരിക്കില്ല, രണ്ടോ അടഞ്ഞിരിക്കുക. അവിടെ ആയിട്ട് കുറച്ച് ഇങ്ങോട്ട് ദ്വാരങ്ങൾ, അങ്ങനെ ധാരാളം ദ്വാരങ്ങൾ. അതായത് നിങ്ങളിപ്പോ ഈ കുട്ടിക്കൂറ പൗഡറിന്റെ ഈ പൊട്ടൂറ്റി പോലത്തെ അല്ലെ, അത് രണ്ടിടം അടഞ്ഞിരിക്കുകയാണ്. കുറച്ച് ഒരാണിയിട്ട് ഒരേ ദ്വാരം കിട്ടി വെച്ചേക്കുകയാണെങ്കിൽ, അടഞ്ഞ ഭാഗത്ത് ആണിയിട്ട് ഒരേ ദ്വാരം വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സെല്ലാണ് ഇത്. ഇത് വിളിക്കുന്ന പേരെന്താണ്? സിവി ട്യൂബ് എലമെന്റ് എന്ന് വിളിക്കും. സിവി ട്യൂബ് എലമെന്റ്. സിവി ട്യൂബ് സെൽ എന്നല്ല, സിവി ട്യൂബ് എലമെന്റ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറയുന്നത് വാക്യം മാറ്റുകയാണ്. This is a long cylindrical cell. അടുത്ത പോയിന്റ് തിൻ വാൾഡ് ആണ്. തിൻ വാൾഡ്. ഇനി രണ്ടറ്റം അടഞ്ഞിരിക്കുകയാണ്, പക്ഷെ അവിടെ ധാരാളം ദ്വാരം. പെർഫറേഷൻ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. പെർഫറേഷൻ പ്ലേറ്റ്. ധാരാളം ദ്വാരങ്ങളുള്ള പെർഫറേഷൻ പ്ലേറ്റ്. ഇത് കണ്ടാൽ എന്തൊരിക്കുന്നു? വലിയ അരിപ്പ് പോലെ തോന്നില്ലേ? അരിപ്പ്, ചായയുടെ ഇരിക്കുന്ന അരിപ്പ്. അരിപ്പിനെ വിളിക്കുന്നത് സീവ് എന്നാണ്. സീവ് എന്ന് വിളിക്കുമ്പോൾ ഇത് അരിപ്പ്. അപ്പൊ ഇത് ഇതുപോലെ അരിപ്പ് പോലെ തോന്നുന്നതുകൊണ്ടാണ് ഈ രണ്ടറ്റവും ഇതുപോലെ ഇരിക്കുന്നത്. രണ്ട് അരിപ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് എന്താണ്? സീവ്. പിന്നെ ട്യൂബ് പോലെ സെൽ. രണ്ടറ്റത്തോ സീവ് ഉള്ള ഒരു ട്യൂബ് പോലത്തെ സെല്ലാണ് സീവ് ട്യൂബ് സെൽ, അല്ലെങ്കിൽ സീവ് ട്യൂബ് എലമെന്റ്. മനസ്സിലാക്കും? വാട്ട് ഈസ് ക്യാരക്ടേഴ്സ് ഓഫ് സീവ് ട്യൂബ് എലമെന്റ്? ലോങ് ആണ്, സിലിണ്ടറിക്കൽ ആണ്. അടുത്ത പോയിന്റ് തിൻ വാൾഡ് ആണ്. Then its ends are closed with perforation plates having so many openings. It appears just like a sieve. Hence the name sieve tube element. മനസ്സിലായി? sieve tube element എന്ന് വിളിക്കുന്ന കാര്യം എന്താണ്? രണ്ടറ്റത്തും ഒരരിപ്പ് പോലെ തോന്നി ഇത് മൊത്തത്തിൽ ഒരു ട്യൂബായിട്ട് ഇരിക്കുന്നത് കാണ്ട് sieve tube. ഇതിനകത്ത് വശത്തൊക്കെ ദ്വാരമുണ്ട് കേട്ടോ. ഇവിടെ വശത്ത് ദ്വാരമുണ്ട്. ഓക്കെ, sieve tube element. ഇനി ഞാൻ കീറിയാകുന്നില്ല. അടുത്തത് ഒരു സിവി ട്യൂബ്, അടുത്ത സിവി ട്യൂബ് നമ്മൾ ഇങ്ങനെ വെച്ചെന്ന് വെച്ചോളൂ. താഴെ അടുത്ത സിവി ട്യൂബ്. അപ്പൊ പ്രിപ്പയർഡ് ഫുഡിങ് വഴി താഴേക്ക്, അല്ലെങ്കിൽ മുകളിലേക്ക് പോകാം. ഇങ്ങോട്ടുള്ള താഴേക്ക് മുകളിലേക്ക് കൊണ്ടുപോകും. കാരണം അത് ബൈലാറ്ററൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ അപ്പോൾ ഡൗൺവേർഡ് ബൈ ഡയറക്ഷണൽ കണ്ടക്ഷൻ ആണ്. ആര്? സീവ് ഫ്ലോയം ചെയ്യുന്ന ബൈ ഡയറക്ഷൻ ഓഫ് കണ്ടക്ഷനും സൈലം ചെയ്യുന്നത് യൂണി ഡയറക്ഷൻ കണ്ടക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം മുകളിലേക്ക് മാത്രമേ ജലവിലോളം കടത്തി വിടത്തുള്ളൂ. പക്ഷേ ഫ്ലോയം പ്രിപ്പയർഡ് ഫുഡ് താഴേക്ക് കടത്തി വിടും, മുകളിലേക്ക് കടത്തി വിടും. മനസ്സിലായി? അപ്പൊ ഇതിൽ കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വസ്തു കൊള്ളുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാണാം ജസ്റ്റ് ലൈക്ക് ലോങ് ട്യൂബ്. അപ്പൊ ഇതൊരു സീവ് ട്യൂബ് ആണ്. അതിന്റെ ഒരു കഷ്ണത്തെ സീവ് ട്യൂബ് എലമെന്റ് അല്ലെ? സൈലം വെസൽ, അതിന്റെ കഷ്ണത്തെ സൈലം വെസൽ മെമ്പർ എന്ന് പറഞ്ഞ പോലെ ഇതൊരു ട്യൂബാണ്, സീവ് ട്യൂബ്. അതിനകത്ത് ഒരു കമ്പോണന്റ് സീവ് ട്യൂബ് എലമെന്റ് വിളിക്കും. ഇത് ഡെഡ് ആണോ ലിവിംഗ് ആണോ എന്നൊരു സംശയം വരാം. മറ്റേ ഡെഡ് ആണ് നമ്മൾ ഉറപ്പിച്ച് പറയും. സൈലം വെസൽസ് എല്ലാം ഡെഡ് ആണ്. പക്ഷെ ഇത് ഡെഡ് ആണോ ലിവിംഗ് എന്ന് പറയുന്നത് കാരണം ഇതിനകത്ത് എന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ സൈറ്റോപ്ലാസം. പെരിഫറൽ സൈറ്റോപ്ലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്നുമില്ല, അങ്ങിങ്ങായിട്ട് സൈറ്റോപ്ലാസം ഇങ്ങനെയാണ്. അതൊക്കെ സൈറ്റോപ്ലാസം. ഇറ്റ് ഹാസ് സൈറ്റോപ്ലാസം ബട്ട് നോ ന്യൂക്ലിയസ്. എന്താ?
ന്യൂക്ലിയസ് ഇല്ല, നോ ആണ്, നോ ന്യൂക്ലിയസ് ഓർത്തോണം. അതുകൊണ്ട് ലിവിംഗ് ആണോ? ലിവിംഗ് ആണോ? അല്ല, സൈറ്റോപ്ലാസം ഉണ്ടല്ലേ. അപ്പൊ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ലിവിംഗ് സെൽ വിത്തൗട്ട് സൈറ്റോപ്ലാസം, വിത്തൗട്ട് ന്യൂക്ലിയസ്. ഇത് ലിവിംഗ് സെല്ലാണ്, പക്ഷെ എന്തല്ല, ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ലിവിംഗ് സെൽ ഉണ്ടാവും. നിങ്ങളുടെ ആർ ബി സിക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല, പക്ഷെ ലിവിംഗ് ആണോ ഡെഡ് ആണോ? ലിവിംഗ് ആണ്. അപ്പം മാമൽസിന്റെ ആർ ബി സി ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾ നമ്മൾ ഈ ന്യൂക്ലിയേറ്റഡ് എന്നാണ് പറയുന്നത്. ഈ ന്യൂക്ലിയേറ്റഡ് പക്ഷെ ലിവിംഗ് സെല്ലാണ്. അപ്പൊ നമുക്ക് പറയാം ദിസ് ഈസ് എ ലിവിംഗ് സെൽ ബട്ട് നോ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയേറ്റഡ് ലിവിംഗ് സെൽസ് എൻട്രൻസ് ആയി ചോദിക്കും. ന്യൂക്ലിയസ് ഇല്ലാത്ത രണ്ട് ലിവിംഗ് സെല്ലിന്റെ പേര് ചോദിച്ചാൽ ഒന്ന് ആർ ബി സി, മറ്റൊന്ന് CV2 element, because it is a nucleated cell. It has cytoplasm but no nucleus. Okay. അതാണ് പ്രത്യേകം. അപ്പൊ എത്ര പോയിന്റ് ഞാൻ പറഞ്ഞു? അത് ലോങ് സിലിണ്ടറിക്കൽ സെല്ലാണ്. ആരെ പോലെ? സൈലം വെസൽ മെമ്പറിനെ പോലെ. തിൻ വാൾഡ് ആണ്, ലിവിംഗ് ആണ്, പക്ഷെ ന്യൂക്ലിയസ് ഇല്ല. സൈറ്റോപ്ലാസം പെരിഫറൽ സൈറ്റോപ്ലാസം. പെരിഫറലിന്റെ വശത്ത് കാണുന്ന വശത്ത് മൊത്തത്തിലില്ല, നാളെ മൊത്തത്തിൽ കാണുന്നില്ല. തിൻ ലൈനിങ് സൈറ്റോപ്ലാസം. പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് പെർഫറേഷൻ പ്ലേറ്റ് ഉണ്ട്. പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ലിഡ് അറ്റ് ഓപ്പണിംഗ്സ് ഓഫ് ദ ട്യൂബിലേക്ക് സെൽ വിത്ത് സോ മെനി ഓപ്പണിംഗ്. ഇറ്റ് ഈസ് അപ്പിയറിംഗ് ജസ്റ്റ് ലൈക്ക് എ സീവ്. പെർഫറേഷൻ പ്ലേറ്റ് ദ്വാരങ്ങളുള്ളത് സീവ്. സീവ് എന്ന് വെച്ചാൽ അരി പോലെ തോന്നും. അതുകൊണ്ടാണ് CV2 element എന്ന് വിളിക്കുന്നത്. മെനി CV2 elements connected to a long tube called sieve tube, helping for prepared food material conduction upward or downward. അടുത്ത സെൽ എന്താണ്? വായിക്കാം. ഓക്കെ. അടുത്ത സെൽ എന്താണ്? കമ്പാനിയൻ സെൽ. കമ്പാനിയൻ സെൽ കൂട്ടുകാരൻ അർത്ഥം അല്ലേ? കൂട്ടുകാരൻ സെൽ. അതായത് എവിടെ ഒരു CV2 വരെ സെല്ലുണ്ടോ അതിന്റെ കൂടെ ഒരു ലിവിംഗ് സെല്ലൂടെ കാണുന്നത്. തിൻവാർഡ് ലിവിംഗ് സെല്ലാണ്. ഇതാണ് കമ്പാനിയൻ സെൽ, കൂട്ടുകാരൻ സെൽ. ഇതിന്റെ കാരണം പറയാൻ, ഇതിന്റെ ഒറിജിൻ തന്നെ പരിശോധിച്ചാൽ ഒരു സെല്ല് രണ്ടായി മുറിഞ്ഞ ശേഷം ഒന്ന് കമ്പാനിയൻ സെല്ലാവുന്നു, ഒന്ന് CV2 സെല്ലാണ്. അങ്ങനെ അതിന്റെ ഒരു സൃഷ്ടി തന്നെ മനസ്സിലായി. ഒറിജിൻ തന്നെ അങ്ങനെ. സോ what is a combined cell? It is a thin-walled living nucleated cell seen attached with every CV2 element. It is called combined cell. Okay. പ്രത്യേകം നോക്കിയോ, ഈ കമ്പാനിയൻ സെല്ലിനകത്ത് ആരുടെ സൈറ്റോപ്ലാസം ഉണ്ട്? ഇതിന്റെ ഭിത്തിയുള്ള ദ്വാരം വഴി ഈ കമ്പാനിയൻ സെല്ലിന്റെ സൈറ്റോപ്ലാസവും ഈ CV2 സെല്ലിന്റെ സൈറ്റോപ്ലാസവും കണക്ട് ചെയ്തിരിക്കും. കമ്പാനിയൻ സെല്ലിന്റെ സൈറ്റോപ്ലാസവും CV2 സൈറ്റോപ്ലാസവും കണക്ട് ചെയ്തിരിക്കും. കാരണം പറയുമ്പോ ഇതിനകത്തോടെയുള്ള കണ്ടക്ഷൻ ഒക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? കമ്പാനിയൻ സെല്ലാണ്. by controlling the pressure gradients. ഇതിനകത്തുള്ള പ്രഷർ ഗ്രേഡിയൻസ് ഒക്കെ അയാൾ കൺട്രോൾ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് കണക്റ്റഡ് അല്ലേ? അപ്പൊ ഇതിന് ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ആ കുറവ് ആര് പരിഹരിച്ചു? കമ്പൈൻഡ് സെൽ പരിഹരിച്ചു. വൈ? ബിക്കോസ് കമ്പൈൻഡ് സെൽ കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഇസ് കൺട്രോളിംഗ് ദ പ്രഷർ ഗ്രേഡിയൻസ് ഇൻസൈഡ് ദ ട്യൂബ് സെൽ, CV2 സെൽ. ഇങ്ങനെ പറയുന്നുണ്ട്. The combined cell connected with through this opening. ഈ ഓപ്പണിംഗ് വിളിക്കുകയാണ് പിറ്റ് ഫീൽഡ് എന്നാണ്. പിറ്റ് ഫീൽഡ്. ഇതിന്റെ ഒരു പിറ്റ് ഉണ്ട്, CV2 സെൽ ഒരു പിറ്റ് ഉണ്ട്, കമ്പൈൻഡ് സെൽ ഒരു പിറ്റ്. രണ്ടും ചേരുമ്പോൾ ഒരേപോലെ വരും. അതാണ് പിറ്റ് ഫീൽഡ്. ഇത് CV2 സെല്ലിന്റെ ഇത് CV2 സെല്ലിന്റെ ഭിത്തി, ഒരു ദ്വാരമാണ്. ഇത് കമ്പൈൻഡ് സെൽ അതിന്റെ ഭിത്തി, അവിടെ ഒരു ദ്വാരമാണ്. രണ്ട് ദ്വാരങ്ങൾ ചേരുമ്പോൾ ഒരു ഓപ്പണിംഗ് ആണ്. തന്നെയാണ് പിറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇന്റർകണക്റ്റഡ് ടു പിറ്റ് ഫീൽഡ് to maintain the pressure gradients in the CV2. ഇതിനകത്തുണ്ടാകുന്ന പ്രഷറിന്റെ വ്യത്യാസം കൂടുവാണെങ്കിൽ, ഇവിടെ ഫുഡ് ഒഴുകുമ്പോൾ പ്രഷർ കൂടുവാണെങ്കിൽ നമ്മൾ വലിച്ചെടുക്കും, പ്രഷർ കുറയാണെങ്കിൽ നമ്മൾ തിരിച്ചു വിട്ടു. മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടെ കൂടി കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഗ്ലൂക്കോസ് കുറഞ്ഞാൽ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി കൊടുക്കും. അല്ലെ? ഇതേപോലെയാണ് പരിപാടി. മനസ്സിലായല്ലോ? സോ വാട്ട് ആർ കമ്പൈൻഡ് സെൽ? എഴുതുന്നില്ല. തിൻ ലിവിംഗ് സെൽ സീൻ അസോസിയേറ്റഡ് വിത്ത് CV2 element. They are cytoplasm and nucleus. There are opening, they are called pitty field. Through this opening, cytoplasm of the CV2 combined cell is connected with the CV2 cell and it is controlling the pressure gradients inside the CV2 cell. CV2 cell nucleus celleങ്കിലും ആ കുറവായി പരിഹരിച്ചു, കമ്പൈൻഡ് സെൽ പരിഹരിച്ചു. മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ ഒരു കഥ. വാട്ടർ കമ്പൈൻഡ് സെൽ, ഇറ്റ്സ് എ thin-walled living cell attached with every CV2 element. It has interconnection between CV2 cell and combined cell by cytoplasmic connection called plasmodesmata. അതാണ് പറയാം, plasmodesmata.
അത് പഠിച്ചോണേ. സൈറ്റോപ്ലാസം കണക്ഷൻ ചെയ്യുന്ന പേരാണ് പ്ലാസ്മോഡോസ്മാറ്റ. ഇതിനകത്തുള്ള സൈറ്റോപ്ലാസും ഇതിനകത്തുള്ള സൈറ്റോപ്ലാസം കണക്ട് ചെയ്യുന്ന ഈ പിറ്റ്യൂട്ടറിയിൽ ഒഴുകുന്നതിനെ വിളിക്കുകയാണ് പ്ലാസ്മോഡോസ്മാറ്റ. അപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു കാലത്തിനകത്ത് വെള്ളമായിരിക്കും, വേറെ കാലത്തിനകത്ത് വെള്ളമായിരിക്കും. ഇത് നമ്മളൊരു കുഴലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഇതിനകത്ത് വെള്ളവും തമ്മിൽ ഈ കുഴലിലൂടെ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഷുഗർ ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് വരും. ഇതിനകത്ത് കുറച്ച് നീലം കലയ്ക്കാൻ ഇതിനകത്ത് വെള്ളം നീലം നിറക്കും അല്ലെ. കാരണം എന്താ, ഈ കണക്ഷൻ ഇതിനാണ് വിളിക്കാവുന്നത് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ടു ബോട്ട്. അതുപോലെ രണ്ട് സെല്ലുകളുടെ സൈറ്റോപ്ലാസം കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർ കണക്ഷൻ വേണ്ടി പേരാണ് പ്ലാസ്മോഡോസ്മാറ്റ. വാട്ട് ഈസ് പ്ലാസ്മോഡോസ്മാറ്റ? ദ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽ, അടുത്തടുത്ത കോശങ്ങളിലുള്ള സൈറ്റോപ്ലാസം പോലുള്ള കണക്ഷൻ വേണ്ടി പേരാണ് പ്ലാസ്മോഡോസ്മാറ്റ. മനസ്സിലായി? ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങൾ പഠിക്കാം. ഏതൊക്കെയാ? ഫ്ലോയം ഫൈബറും ഫ്ലോയം പാരങ്കീമയും. ഇതിനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൈലത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയുന്നതാണ്. ഫ്ലോയം parenchyma is a parenchyma seen associated with phloem. It is living cell. Its function is storage of food. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഫ്ലോയം parenchyma ഇറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ്, അതൊക്കെ എൻട്രൻസ് ചോദിക്കുന്നതാണ്. ഇറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് റെസിൻ. RESIN, ലാറ്റക്സ്. ഫ്ലോയം parenchyma ലിവിംഗ് ആണ്, ഇൻവാൾവ് ആണ്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ആസ് റെസിൻ. പിന്നെ മ്യൂസിലേജ്, ലാറ്റക്സ് എന്ന് അറിയാലോ, റബ്ബറിൽ നിന്ന് മുറിച്ച് കിട്ടുന്ന പാല്. മ്യൂസിലേജ് എന്ന് പറയാൻ അറിയാം, ചെമ്പരത്തിയുടെ ഇലയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ഇലയോ ഇവിടെ കൈ കിട്ടുന്ന ഒരു വഴുവഴുപ്പാണ് മ്യൂസിലേജ്. അതുപോലെ റെസിൻ എന്ന് വെച്ചാൽ ചില ചെടിയിൽ നിന്ന് എടുക്കുന്ന ചില സെക്രീഷൻസ് ആണ്. ഞാൻ പറഞ്ഞ നേരത്തെ കുന്തിരിക്കുന്ന തടിയുടെ തൊലിക്കകത്ത് കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് ഊറി വരും പുറത്തേക്ക്, അതാണ് കട്ടിയായിട്ട് മാറുന്നത്. പിന്നെ ചക്കയിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്ലാനത്തുള്ളത് എക്സ്ട്രാ മെറ്റീരിയൽസ് ആണ്. നിങ്ങൾ കഴിച്ചു വയ്ക്കുകയാണ്. ഇൻ റബ്ബർ യു വാണ്ട് ടു ടേക്ക് ലാറ്റക്സ് ഔട്ട്, ചില ഫോളോവിംഗ് സെൽ യു മേക്ക് കട്ട്. ലാറ്റക്സിനെ റബ്ബറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങൾ താഴെ ഏത് സെല്ല് കട്ട് ചെയ്യും? ഏതാണ്? ഫ്ലോയം parenchyma. കാരണം അതിനൊക്കെ ചോദിച്ചിരിക്കുന്നു. മനസ്സിലായി? ഓക്കെ. ഇതിനകത്ത് നമുക്ക് റെസിൻ എന്താണെന്ന് കാണാം. ഇത് ഒരു പൈൻ മരത്തിനെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും റെസിൻ എടുക്കുന്നതാണ് കാണുന്നത്. പൈൻ മരത്തിൻ്റെ റെസിന് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ കട്ട് ചെയ്തിട്ട് റബ്ബർ പാലെടുക്കുന്ന നമുക്ക് പൈൻ മരം കട്ട് ചെയ്തിട്ട് റെസിൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. പൈൻ മരം കട്ട് ചെയ്തിട്ട് റബ്ബർ പാൽ എടുക്കുന്ന പോലെ തന്നെ ഒരു ഇത് വെച്ചിട്ട് അത് കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പെയിൻറ്റിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് പൈൻ മരത്തിൻ്റെ റെസിൻ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ പൈൻ ട്രീ റെസിൻ എന്ന് കാണിക്കും. ഇതുപോലെ ഒട്ടുമിക്ക മരങ്ങളിൽ നിന്ന് ഓരോരോ കറകൾ എടുക്കുന്നുണ്ട്. ആ കറകൾക്ക് ഓരോ വ്യാവസായിക ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒന്നും പഠിക്കാനുള്ള റെസിൻ എന്താണെന്ന് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. റബ്ബറിൽ നിന്ന് എടുക്കുന്ന ലാറ്റിക്സ് ആണെങ്കിൽ പൈൻ മരങ്ങളിൽ നിന്നും മറ്റും എടുക്കുന്നത് റെസിൻസ് ആണ്. അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ കൂടി അതിനകത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. റെസിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പരീക്ഷിക്കും ചോദിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ. അടുത്തത് വായിക്കണേ. ഇത് ഒരു പടമുണ്ട് പുസ്തകത്തിൽ, അതേ വരച്ചത്. ഇത് കഴിഞ്ഞ ശേഷം വായിക്കാം. അടുത്തത് ഫ്ലോയത്തിന്റെ നാലാമത്തെ കമ്പോണന്റ് ആണ് ഫ്ലോയം ഫൈബർ. നേരത്തെ പഠിച്ച പോലെ എന്താണ് ഫ്ലോയം ഫൈബർ? സ്ക്ലിയറൻകൈമ ഫൈബർ സീൻ അസോസിയേറ്റഡ് വിത്ത് ഫ്ലോയം അല്ലെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഡെഡ്, ക്വിക്ക് വാൾഡ്, then spindle shaped, divided. അല്ലേ? നേരത്തെ പഠിച്ച തിക്ക് വാൾഡാണ്. പക്ഷെ ഈ ഫ്ലോയം ഫൈബറിന് ഒരു പേരുണ്ട്, ബാസ്റ്റ് ഫൈബർ എന്നാണ്. കാരണം ഫ്ലോയത്തെ ബാസ്റ്റ് വിളിക്കാറുണ്ട്, ഫ്ലോയത്തെ നമുക്ക് ബാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഫ്ലോയം വെച്ചിട്ടാണ് ബാസ്റ്റ് ഫൈബർ. പക്ഷെ സ്ക്ലിയറൻകൈമ ആ ഫൈബർ പോലെ അല്ലെങ്കിൽ സൈലം ഫൈബർ പോലെ അല്ല ഫ്ലോയം ഫൈബർ. ചിലത് 1 മീറ്റർ വരെ നീളം വരും, 1 മീറ്റർ വരെ നീളം വരും.
എന്നുവെച്ചാൽ ഒരു ചെടിക്ക് 1 മീറ്റർ നീളമുണ്ടെങ്കിൽ ചില താഴെ നിന്ന് മുകളിൽ വരെ ഒറ്റ ഫൈബർ വരും. ഇത് ചെടി കാണും നല്ല കട്ടിയല്ലേ, ഇത് വേർച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വേർച്ചെടുത്തിട്ടാണ് നമ്മൾ നാരുകൾ ഉണ്ടാക്കുന്നത്. നാരുകൾ ചണം അതല്ലേ, ജൂട്ട്, ഹെമ്പ്, ഫ്ലക്സ് ഇതെല്ലാം ചേർക്കുന്നത് അല്ലേ. അപ്പൊ ഹെമ്പ്, ഫ്ലാക്സ്, ജൂട്ട് എന്ന് പറയുന്നതെല്ലാം നാരുകളാണ്. ചണത്തിൽ നിന്ന് എടുക്കുന്ന നാര്, ചാക്ക് ഉണ്ടാക്കുന്ന നാരുകളൊക്കെ ചാക്ക്, ചണച്ചാക്ക്. അപ്പൊ എന്തൊക്കെ എടുക്കുന്ന വെച്ചു, ഫ്ലോയം ഫൈബർ വി ഒബ്റ്റൈൻഡ്, അല്ലെങ്കിൽ ഫ്ലോയം ഫൈബർ ഈസ് ആക്ച്വലി സെപ്പറേറ്റഡ് ആൻഡ് ക്യാൻ ബി കാൾഡ് ആസ് എക്സാമ്പിൾസ് ജൂട്ട്, ഹെമ്പ്, ഫ്ലാക്സ്. ഇപ്പൊ ചണം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ ചണച്ചെടി ഒരു ചെടിയുണ്ട്, ഇവിടെ കൃഷി ചെയ്യുന്നില്ല, നോർത്ത് ഇന്ത്യ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഒരാൾ പൊക്കമാകുമ്പോഴേ വെട്ടി വെള്ളത്തിനകത്ത് അഴുകി കളയുമ്പോൾ അഴുകി അങ്ങ് മാറുമ്പോൾ അതിനകത്തുള്ള പാരങ്കീയമൊക്കെ അഴുകി പോകും. ഒരു ഫ്ലോയം ഫൈബർ മാത്രം ഇങ്ങനെ കിടക്കും അല്ലേ. നമ്മുടെ വാഴനാരൊക്കെ ചണച്ചെടിയിൽ നിന്ന് എങ്ങനെയാണ് ജൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതൊക്കെ അറിയാം, ചണച്ചെടികൾ കൃഷി ചെയ്തുകൊണ്ട് ഒരാൾ പൊക്കമാകുമ്പോഴത്തേക്ക് വെട്ടിയെടുത്തിട്ട് ഇത് വെള്ളത്തിൽ കൊണ്ട് മുക്കിയിടും. ഒരു 3-4 ദിവസം കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറമേയുള്ള ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ്, പാരങ്കൈമകൾ, അതുപോലെ ചെറിയ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം വെസൽസ്, സൈലം ട്രക്കീഡ്, ഇതെല്ലാം ചെറുതാണ്. അതെല്ലാം അങ്ങ് അഴുകി വേർവിട്ടങ്ങ് മാറിപ്പോകും. എന്നാലും 1 മീറ്റർ വരെ നീളമുള്ള ഈ ഫ്ലോയം ഫൈബറുകൾ ഇങ്ങനെ അഴുകാതെ കിടക്കും. മറ്റുള്ള ഈ സൈലം വെസൽസും സൈലം ട്രക്കീഡും അഴുകത്തില്ല, ശരി തന്നെയാണ്. പക്ഷേ അത് ചെറിയ സെല്ലുകളായതുകൊണ്ട് അങ്ങ് വേർവിട്ട് പോകും. ഇതും അഴുകാതെ കിടക്കും. പക്ഷേ 1 മീറ്റർ വരെ നീളമുള്ളതുകൊണ്ട് അതവർക്ക് ഇളക്കിയെടുക്കാൻ സ്ത്രീ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തിട്ട് അത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് ഭംഗിയായിട്ട് കഴുകി ഒന്നുകൂടെ കഴുകി വൃത്തിയാക്കി 5-6 തവണ കഴുകി 2 തവണ ഉണക്കിയൊക്കെ എടുത്ത് നീറ്റാക്കി എടുത്തതിന് ശേഷമാണ് അതുപയോഗിച്ച് ചാക്ക്, സഞ്ചികൾ, ഞാൻ പറഞ്ഞു യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ ഏറ്റവും നല്ല ഫൈൻ ഫൈബേഴ്സ് ഉപയോഗിച്ച് ഡ്രസ്സ് വരെ ഉണ്ടാക്കും. അതൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജൂട്ട്, ഹെമ്പ്, ഫ്ലക്സ് ഇതൊക്കെ വാഴനാര് പോലെയുള്ളതൊക്കെ തന്നെ എല്ലാം തന്നെ ഫ്ലോയം ഫൈബറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചത്. അതൊക്കെ ജസ്റ്റ് കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ വീഡിയോ യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പോയി കാണില്ലെന്നറിയാം. അതുകൊണ്ട് അതെടുത്തിടുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചേക്കാം. ഓക്കെ. വലിച്ചെടുക്കത്തില്ല, നൂല് കെട്ടാൻ വാഴനാര് അതുപോലെ ഇതെല്ലാം പിടിച്ചെടുക്കിട്ടാണ് നമ്മൾ എന്തുള്ളത് ജൂട്ടെടുത്ത് ചാക്കും ഡ്രസ്സും. ഡ്രസ് ആക്ച്വലി ചാണം കൊണ്ട് നല്ല ഡ്രസ്സാണ് ഉണ്ടാക്കുന്നത്. യൂറോപ്യൻ കൺട്രീസ് ഫോർ എക്സാമ്പിൾ റഷ്യയിലൊക്കെ അതുകൊണ്ടുള്ള ഡ്രസ്സാണ് എടുത്തത്. അത് ഏറ്റവും പന്നലെടുത്താണ് ഈ ചാക്ക് ഉണ്ടാക്കുന്നത്. പന്നനാര് നല്ലത് ഡ്രസ്സാണ് ഉണ്ടാക്കുന്നത്, ജൂട്ട്. അപ്പോൾ സോ ജൂട്ട്, ഹെമ്പ്, ഫ്ലാക്സ് എന്ന് പറയുന്ന നാരുകളെല്ലാം അനാറ്റമിക്കലി ആരാണ്? ഫ്ലോയം ഫൈബറാണ്. മനസ്സിലായില്ല? അത് പഠിച്ചോ. ഇനി ഫ്ലോയത്തിന് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഉണ്ടായ ചെറിയ ഫ്ലോയത്തിന് പ്രോട്ടോഫ്ലോയം എന്നും രണ്ടാമതുണ്ടായ വലിയ ഫ്ലോയത്തെ മെറ്റാഫ്ലോയം എന്നും പറയും. മനസ്സിലായല്ലോ? പ്രോട്ടോസൈലവും മെറ്റാഫ്ലോയും പോലെ പ്രോട്ടോഫ്ലോയം ഉണ്ട്, മെറ്റാഫ്ലോയം ഉണ്ട്. അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ചെറിയ ഫ്ലോയം ആയിരിക്കും, പിന്നീട് ഉണ്ടാകുന്ന വലിയ ഫ്ലോയം. പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം. പ്രോട്ടോഫ്ലോയം ആൻഡ് മെറ്റാഫ്ലോയം പഠിക്കാനുള്ളൂ. ഇപ്പോൾ ഫ്ലോയത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫ്ലോയത്തിൽ 4 കമ്പോണന്റ് ഉണ്ട്. ഫ്ലോയം ഈസ് ആൾസോ കോൾഡ് ആസ് ബാസ്റ്റ്. ഫ്ലോയത്തിൽ 4 കമ്പോണന്റ്: CV2 element, combined cell, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബർ. അത് CV2 element is a cylindrical cell having closed ends where so many openings are seen. That is called perforation plate. Hence it is appeared just like a sieve. The cell is called CV2 element. They can be connected to a long tube called CV tube. It is helping for upward or downward conduction. It is thin walled, it is living, but there is no nucleus. Protoplasm is peripherally placed അല്ലെങ്കിൽ thin layer of protoplasm. Then combined cell is a thin walled living cell connected with every CV2 element. Its cytoplasm is connected with the cytoplasm of the CV2 element through pit field, and the cytoplasmic connection is called plasmodesmata. It maintains the pressure gradients inside the CV2 element. Phloem parenchyma എന്ന് പറഞ്ഞാൽ there is a parenchyma seen associated with phloem. It is living, thin walled. It's a main function of storage. To store food in the form of resins, latex and mucilage. Phloem fiber is a sclerenchyma fiber associated with phloem. അതൊരു ഫ്ലോയം ഫൈബർ. ഫ്ലോയം ഫൈബറിന്റെ എന്ന് പറയുന്നത് സ്ക്ലിയറൻകൈമ ഫൈബർ സീൻ അസോസിയേറ്റഡ് ഫ്ലോയം ആണ്. അതിനെ ബാസ്റ്റ് ഫൈബർ എന്ന് വിളിക്കുന്നുണ്ട്. തിക്ക് വാൾഡ് ആണ്, ലിഗ്നിഫൈഡ് ആണ്, പിന്നീട് സ്പിൻഡിൽ ഷേപ്പ് ആണ്, പിന്നെ മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ ബാസ്റ്റ് ഫൈബർ എന്ന് പറയുന്നത് ചെടിക്കകത്ത് 1 മീറ്റർ വരെ നീളം വയ്ക്കാം, 100 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കാം. അതുകൊണ്ട് തന്നെ ചെടിയിൽ നശിക്കാതെ കിടക്കുന്ന സെൽസ് അതായിരിക്കും. അതുകൊണ്ടാണ് ചില ചെടികളിൽ നിന്ന് നമുക്ക് ഈ ഫൈബറിനെ വേദിച്ചെടുക്കാം. ഹെമ്പ്, ഫ്ലക്സ്, അതുപോലെ തന്നെ ജൂട്ട്, ഇതൊക്കെ അതിലേക്ക് എക്സാമ്പിൾ ആണ്.
പിന്നെ പറഞ്ഞു ആദ്യം ഉണ്ടായ ഫ്ലോയത്തെ പ്രോട്ടോഫ്ലോയം എന്ന് പറയും, അത് ചെറുതായിരിക്കും. രണ്ടാമതുണ്ടായ ഫ്ലോയത്തെ മെറ്റാഫ്ലോയം എന്ന് പറയും, അത് വലുതായിരിക്കും. കാരണം ചെടി ചെറുതായിരിക്കുമ്പോൾ ചെറിയ ഫ്ലോയത്തിന്റെ ആവശ്യമുള്ളൂ, കാരണം കുറച്ച് ഫുഡേ കണ്ടൊക്കെയാണുള്ളൂ. ചെടി വലുതാകുമ്പോൾ വലിയ ഫ്ലോയത്തിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ വലിയ ഫ്ലോയം ഉണ്ടാക്കും, അത് കുറെ വലിയ സെക്സ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നതിന് പ്രോട്ടോഫ്ലോയം എന്നും മെറ്റാഫ്ലോയം എന്നും മനസ്സിലായല്ലോ. ഇത്രയാണ് അതിനെ കുറിച്ചുള്ള. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമ്മൾ പഠിച്ചാൽ നോക്കി നോക്കി ആദ്യം പോലെ അത് ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. നിങ്ങൾ ചാർട്ട് കംപ്ലീറ്റ് ആക്കുന്നത് ചാർട്ട് കംപ്ലീറ്റ് ആയിക്കോട്ടെ. പ്ലാന്റ് ടിഷ്യൂ ആദ്യം ചാർട്ട് ചെയ്താൽ അതിപ്പോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടായി തരംതിരിക്കുന്നു. എന്തൊക്കെയാണ്? മെരിസ്റ്റം, പെർമനന്റ്. മെരിസ്റ്റത്തെ വീണ്ടും നമ്മള് പൊസിഷൻ അനുസരിച്ച് മൂന്നായിട്ട് എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ മെരിസ്റ്റം. ഒറിജിൻ അനുസരിച്ച് പ്രൈമറി മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം, അതുപോലെ പ്രോ മെരിസ്റ്റം. ഇത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, ചാർട്ട്. ഇനി പെർമനന്റ് ടിഷ്യൂ വരുമ്പോഴത്തേക്കും സിമ്പിൾ, കോംപ്ലക്സ്, ശരിയല്ലേ? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ നമുക്ക് വീണ്ടും തന്നിരിക്കാം പാരങ്കൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ അല്ലെ. പാരങ്കൈമ വീണ്ടും തന്നിരിക്കാം ആംഗുലാർ പാരങ്കൈമ, പിന്നെ ലൂസിലി അറേഞ്ച്ഡ് പാരങ്കൈമ. പഠിച്ചവരെല്ലാം എഴുതിക്കോണേ. ഏറൻകൈമ, സ്റ്റോറേജ് പാരങ്കൈമ തരത്തിരിക്കാം. സ്ക്ലിറൻകൈമത്തെ രണ്ടാം തരത്തിരിക്കാം ഫൈബേഴ്സ്, സ്ക്ലീറീഡ്സ്. ശരിയല്ലേ? ചാർട്ട് പഠിച്ചോണം. ഭയങ്കര ഇത് ചാർട്ട് പഠിച്ചത് നമുക്ക് ഈ സെറ്റ് വലിയ കരുതി വെച്ച് എഴുതാൻ കഴിയും. കോംപ്ലക്സ് ടിഷ്യൂ തന്നെ വീണ്ടും രണ്ടാം തരത്തിരിക്കുന്നു. അതൊക്കെയാ സൈലം, അതിനെ തന്നെ നാലാം തരത്തിരിക്കുന്നു. ഇതാണ് സൈലം വെസൽ, സൈലം ട്രക്കീഡ്, സൈലം പാരങ്കൈമ, സൈലം ഫൈബർ. ഫ്ലോയത്തെ നാലാം, അടുത്ത ഫ്ലോയം ഫ്ലോയത്തെ നാലാം തരത്തിരിക്കുന്നു. എന്താണ് ഫ്ലോയം? സീവ് ട്യൂബ് സെൽ, കമ്പാനിയൻ സെൽ, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബർ. പഠിച്ചല്ലേ? ചാർട്ട് കംപ്ലീറ്റ് ആയിക്കോണം. ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ട് മനസ്സിലായില്ല. അവര് നമ്മൾ വേറെ ഏതാണ്? അടുത്ത ടിഷ്യൂനെ കുറിച്ചാണ് പഠിച്ചത്. ടിഷ്യൂസ് ഞാൻ പഠിക്കുന്നത് ടിഷ്യൂ സിസ്റ്റംസ് ആണ്. ടിഷ്യൂ സിസ്റ്റംസ്. ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ആദ്യം ഞാൻ പറയാം. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഹാവിംഗ് സെയിം ഫംഗ്ഷൻ irrespective of its position. അതാണ് ഡെഫിനിഷൻ. ഇറ്റ്സ് എ ടിഷ്യൂ ഹാവിംഗ് സെയിം ഫംഗ്ഷൻ irrespective of its position. അതായത് ഒരേ ജോലി നോക്കുന്ന ഒരു കൂട്ടം ടിഷ്യൂ നമ്മൾ വിളിക്കുകയാണ് ടിഷ്യൂ സിസ്റ്റം. പക്ഷെ അതിന്റെ പൊസിഷൻ പറയണ്ട എന്നർത്ഥം. പൊസിഷൻ ശ്രദ്ധിക്കുക വേണ്ട. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാവും. നമ്മുടെ സ്കിൻ എടുക്കും. എന്തോ അതിന്റെ ജോലി? പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ട് ചെയ്ത് ഇന്റർ സ്ട്രക്ചർ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഭാഗങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. ആദ്യം ഏറ്റവും പുറമെയുള്ള പ്രൊട്ടക്ട് ചെയ്യും. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഓഫ് ഹ്യൂമൻ ബീങ്. നമ്മുടെ ആരോഗ്യത്താണ് ഇത്. എവിടെ ആണെങ്കിലും അതിന്റെ ഫംഗ്ഷൻ എന്തോ സെയിം. എന്താണ്? പ്രൊട്ടക്ടിങ് ദ ഔട്ടർ പാർട്സ്. അത് കയ്യിലാണെങ്കിലോ കാലിലാണെങ്കിലോ വിരലിലാണെങ്കിലോ വയറിലാണെങ്കിലോ ചെവിയിലാണെങ്കിലോ മൂക്കിലാണെങ്കിലോ എവിടെയാണെങ്കിലും അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ടിങ്. അപ്പൊ നമുക്ക് ഈ മൊത്തത്തിലുള്ളതെല്ലാം കൂടെ എന്ത് വിളിക്കാം? നമുക്ക് സ്കിൻ സിസ്റ്റം എന്ന് വിളിക്കാം അല്ലെ. സൂള എന്ന് വിളിക്കുന്നത് ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം അല്ലേ. അപ്പൊ എന്റെ എപ്പിഡർമൽ ടിഷ്യൂ സിസ്റ്റം, നമ്മളിപ്പം എന്റെ സ്കിൻ സിസ്റ്റം എങ്ങനെ എടുക്കുന്നത്? ഞാൻ ഒരു കോട്ട് ഊരുന്ന പോലെ തൊലി ഊരി എടുത്തു കഴിഞ്ഞാൽ അല്ലെ, പാമ്പിന്റെ പടം പൊഴിച്ച് വെച്ചിരുന്നില്ലേ, പാമ്പിന്റെ കറക്റ്റ് എല്ലാ പാമ്പും അതിൽ കാണാം അല്ലെ, കണ്ണിന്റെ ദ്വാരം വരെ കാണാം. നമ്മളുടെ ഇതാണ് പാമ്പിന്റെ സ്കിൻ. അതിന്റെ പ്രൊട്ടക്റ്റീവ് പാർട്ടാണ്. മൊത്തത്തിൽ വിളിക്കുകയാണ് സ്കിൻ സിസ്റ്റം എന്ന് പറയാൻ വിളിക്കും. ഇതാണ് പ്ലാന്റിലും ഇങ്ങനെയുണ്ട്, അനിമലിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ വിളിക്കുന്നത് ടിഷ്യൂ സിസ്റ്റം. അതിന്റെ ഡിഫറെന്റ് ടിഷ്യൂ സിസ്റ്റം ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഹാവിംഗ് സെയിം ഫംഗ്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് പൊസിഷൻ. പൊസിഷൻ എവിടെ നിങ്ങൾ നോക്കിയേ വേണ്ട. സ്കിൻ ഒരു അല്പം സ്കിൻ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുക്കും. ഞാൻ ഇവിടെ എടുക്കും. കാരണം എല്ലായിടത്തും സ്കിന്നുണ്ട്.
ഫംഗ്ഷൻ എന്താണ്? പ്രൊട്ടക്ടിങ് ദ ഇന്റേണൽ സ്ട്രക്ചർ. ഇതാണ് ടിഷ്യൂ സിസ്റ്റം. അനിമലിൽ ഒരുപാട് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട് അല്ലേ? നിങ്ങളുടെ പുറമെയുള്ള സ്കിൻ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, ഫ്ലൂയിഡ് ടിഷ്യൂ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ. പക്ഷെ പ്ലാന്റിൽ ഈ ടിഷ്യൂ സിസ്റ്റം 3 തരത്തിലേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണ്? 3 ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം ഇൻ പ്ലാന്റ്. ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. 2 ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. 3 വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസേ പ്ലാന്റിനുണ്ട്. അതൊക്കെയാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് അഥവാ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, 3 വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അഥവാ കണ്ടക്റ്റീവ് ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസേ ഉള്ളൂ. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം അഥവാ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, 3 വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. 3 ടിഷ്യൂ സിസ്റ്റംസ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഇതെങ്ങനെ മനസ്സിലാക്കാം? ഇത് ആദ്യം എഴുതി വെച്ചാലോ നിങ്ങൾ? നമുക്ക് ഓരോന്നിലേക്കും പോകാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നേരത്തെ വരച്ച പടം ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഏതാണ് നേരത്തെ വരച്ച പടം? ഒരു ചെടി. ഇത് നീ ഇല കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച ചെടി ആയിക്കോട്ടെ, മോണക്കോട്ടെ ആയിക്കോട്ടെ. ഒരു സ്ലൈസ് എടുത്തിയ സ്ലൈസ്. സ്ലൈസ് വേണ്ട, ഇത്ര ഭാഗം ഞാൻ മുറിച്ചു, ഇത്ര ഭാഗം മുറിച്ചു. ഇതിന്റെ മുകളിൽ നോക്കി ഇങ്ങനെ കാണാം അല്ലേ? ഇങ്ങനെയാണ് ഇത്. മുകളിൽ നോക്കി ഇങ്ങനെയാണ്. ഓക്കെ, ഇത് വളരെ വലുതായിട്ട് വരയ്ക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി കാണുന്നത് ഞാൻ ഇങ്ങനെ വലുതായിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഈ കാണാൻ കഴിഞ്ഞാൽ 3 പാർട്ടുകളാണ്. ഇങ്ങനെ കാണാം. കണ്ണുകൊണ്ട് കാണാക്കത്തില്ല കേട്ടോ, മൈക്രോസ്കോപ്പിലെ കാണാക്കട്ടോ. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് 3 ടിഷ്യൂ സിസ്റ്റംസ് കാണാൻ കഴിയും. അതറിയാം. അപ്പൊ ഈ പുറമേ കാണുന്ന സ്കിൻ ഉണ്ടാക്കിയത് സ്കിന്നാണ്. സ്കിന്നുണ്ടല്ലോ, നമ്മളിപ്പോലെ പിന്നെ മരത്ത് ചെടി എടുത്താലും പറഞ്ഞ സ്കിൻ ഇളക്കിയിട്ട് അല്ലേ? ഇതൊക്കെ കാണുന്നതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്നാ വിളിക്കുന്നത്. ഏകദേശം ഇവിടെ ഒരു ഇങ്ങനെ താഴോട്ട് വരുന്നതാണ്. ഇതെല്ലാം ഇതെല്ലാം അതിന്റെ പുറമേ കാണുന്ന ഈ സ്കിന്നാണ്. ഇതെല്ലാം എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അത് കഴിഞ്ഞാൽ കാണുന്ന ഈ ഭാഗം, ഇത് ഈ ഭാഗം, ഈ ഭാഗം, പിന്നെ ഈ ഭാഗം, ഈ മധ്യത്ത് കാണുന്ന ഇത്രയും ഭാഗം, അത് ഇതെല്ലാം ഇതൊഴികെ ഈ തിളങ്ങുന്ന പോലെ ഭാഗം ഒഴികെ ബാക്കിയെല്ലാം അവിടെയാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെന്റൽ. അപ്പൊ ഇതാണ് ഇതിനകത്ത് സൈലും ഫ്ലോയോ ആണ്. ഇത് സൈലം നടുക്ക് എക്സ്, ഇതെല്ലാം ഫ്ലോയോ. അപ്പൊ ഇത് ശരിക്കും കണ്ടക്ഷൻ ആണ് അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. 3 ടിഷ്യൂസ്. ഇപ്പൊ എന്റെ കൈ ഇങ്ങനെ എടുക്കുന്നു, മുറിച്ചെടുത്തു. എന്റെ കൈ ഇത്രയും മുറിച്ചെടുത്ത് വെച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ വരയ്ക്കുകയാണ്. എന്നിട്ട് തൊലി ഉരിഞ്ഞെടുത്തിരിക്കും. സോക്സ് ഉരുന്ന് ഉരി എന്ത് വിളിക്കുന്നത് അനുസരിച്ച് എപ്പോഴും ടിഷ്യൂ സിസ്റ്റം എന്റെ സ്കിന്നല്ലേ ഉരി. അതിനകത്ത് പിന്നെ ഈ ബോഡി ഊരി എടുത്ത ബോഡി അതേതായിട്ട് എന്താ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ബോഡി ഊരി എടുത്തു. ബാക്കി കുറെ മാംസങ്ങൾ അതേതായിട്ട് വരും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. സോ there are how many tissue system in plant? എപ്പോഴും അതുപോലെ തന്നെയാണ് ഇവിടെ സ്കിൻ ഉരിയെടുത്താൽ സങ്കല്പിക്കൂ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഇത് താഴോട്ടുണ്ടല്ലോ മുറിച്ചാൽ കാണുന്നത്. ഇത് അതിനകത്ത് വരും
വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ബാക്കി ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഈ ടിഷ്യൂസ്, ഈ വര ഈ നടുക്കുന്നതെല്ലാം ഇതൊഴികെ, ഈ പൂ പോലെ ഈ ദളങ്ങൾ ഒഴികെ ബാക്കി ഈ കാണുന്ന എല്ലാ ടിഷ്യൂ സിസ്റ്റവും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ്. മനസ്സിലായി? സോ ഹൗ മെനി ടിഷ്യൂസ് ഇൻ പ്ലാന്റ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഏതാണ് സൈലം ഫ്ലോയം വരുന്നത്? സൈലം ഫ്ലോയം വരുന്നത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലാണ്. ശരി, നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഇത്ര ഭാഗം കിട്ടും. ഇത്ര ഭാഗം സ്കിൻ മാത്രം ഞാൻ കിട്ടും. അതൊന്ന് വലുതായിട്ട് വരച്ചു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? വളരെ വലുതായിട്ട് വരയ്ക്കാം. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ട് കാണാം. ഇങ്ങനെ പിടിക്കും. എന്നിട്ട് അതിന്റെ ഏറ്റവും പുറമേ ആയിട്ട് ഇങ്ങനെ ഒരു നേർത്ത വര കാണാം. ചിലതിനകത്ത് ഇങ്ങനെ ചില ഇലോങ്ങേറ്റഡ് ഹെയേഴ്സ് കാണാം. ശരിക്കകത്ത് കണ്ടില്ല ഹെയേഴ്സില് അവിടെ ചില ദ്വാരങ്ങൾ കാണും. ചില ദ്വാരങ്ങൾ കാണും. ഇപ്പൊ നമ്മുടെ സ്കിന്നകത്ത് എന്തെല്ലാം ഉണ്ട്? സ്കിൻ എടുത്തു കഴിഞ്ഞാൽ വിയർപ്പ് ഗ്രന്ഥികളുണ്ട് അല്ലേ? അതിന്റെ ഓപ്പണിംഗ് കാണാമെന്ന് കാണാം. രോമങ്ങൾ കാണാമെന്ന് കാണാം. പുറത്തൊരു മെഴുകു പോലെ ഉണ്ട്, എണ്ണമയുണ്ടല്ലോ. ഇതൊക്കെ ഇതിനകത്ത് ശരിക്കും ഉണ്ട് അങ്ങനെയുള്ള. അപ്പൊ ഇത് നമുക്ക് എന്താ, ഇത് എപ്പിഡെർമൽ ടിഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ഇതിനകത്ത് കാണുന്നത് ഈ ഭാഗം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കും. അത് ലേവനീയ സ്ഥലമല്ല, ഇങ്ങനെ മാറ്റി വരയ്ക്കും. ഇത്ര ഭാഗം ഞാൻ ഇങ്ങോട്ട് വലുതായിട്ട് പോകണം. ഇങ്ങോട്ടൊക്കെ സെല്ലുണ്ട്, അത് ഇതിന്റെ ഭാഗം. ഓക്കെ, ഇതിനൊക്കെ പേരുണ്ട്. ആ പേര് അവിടെ എഴുതും. അപ്പോ ഇതാണ് അപ്പൊ ഞാൻ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്നിവിടെ എഴുതിയത് അത് ഞാൻ പേരിട്ടില്ല. ഞാൻ പേരെന്താ, ഈ ഭാഗത്തിന് ഇത്ര വരുന്ന ഭാഗത്തിനെ വിളിക്കുക ഒരു കോർട്ടക്സ് ആണ്. ഈ വര മാത്രം എഴുതുന്നതിനെ വിളിക്കുകയാണ് എൻഡോഡെർമിസ്. ഇതിനുള്ളിലുള്ള ആദ്യം കാണുന്ന ടിഷ്യൂവിനെ വിളിക്കുക ഒരു പെരിസൈക്കിൾ എന്നാണ്. ഇവിടെ ലേബൽ ചെയ്യാണ്. പിന്നെ ഈ കാണുന്ന ടിഷ്യൂവിനെ ഞാൻ പിത്ത് എന്നാണ് ഇത്. പിത്ത് ആ ഭാഗം. ഇതിന്റെ ഇടയ്ക്ക് കാണുന്ന ടിഷ്യൂ ഇതാണ് പിത്ത് എന്ന് പറയുന്ന ഭാഗം. എന്നിട്ട് ഇത് ഈ വാസ്തവത്തിൽ ഇടയ്ക്ക് കാണുന്ന ഈ ടിഷ്യൂ എല്ലാം ഇവിടെ കൊണ്ട് ലേബൽ ചെയ്യാണ്. പിത്ത് റേസ്. അപ്പൊ പറ, ഗ്രൗണ്ട് ടിഷ്യൂസ് ഇത്ര ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, പിത്ത് റേസ്. ഇതെല്ലാം തന്നെ എന്താണ്? ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റമാണ്. മനസ്സിലായി? ഞാൻ ആദ്യമൊന്നും പേരിട്ടുന്നില്ല. അതിന് ഇത് വരും, ഇവിടം വരും, ഇവിടം എന്നൊക്കെ പറഞ്ഞോളൂ. ഇപ്പൊ ഞാനിപ്പോ പേരിട്ടു. ഈ ഭാഗത്തിന് പിത്ത് കോർട്ടക്സ് എന്ന് വിളിക്കാം. ഈ വരയെ എൻഡോഡെർമിസ് എന്ന് വിളിക്കാം. അതിനുള്ളിലുള്ള ടിഷ്യൂവിനെ പെരിസൈക്കിൾ എന്ന് വിളിക്കാം. ഈ ഏറ്റവും മധ്യമുള്ള ഭാഗത്തിനെ പിത്ത് അഥവാ മെഡുല്ല എന്ന് വിളിക്കാം. പിന്നെ വാസ്തവത്തിന്റെ ഇടയിൽ കാണുന്ന ടിഷ്യൂസ് ഇങ്ങനെ കാണുന്നതിന് പിത്ത് റേസ് അഥവാ മെഡുല്ല റേസ് എന്ന് വിളിക്കാം. ഇതെല്ലാം തന്നെ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റമാണ്. ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോനെ കുറിച്ച്